ஹலோ ஹாய் வெல்கம் டு ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. நீங்கள் இப்போ கேட்டுட்டு இருக்கிறது எங்களோட பிக் பாஸ் தமிழ் சீசன் 8 അനാലിസിസ് വീഡിയോ. ഇത് എങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റ് ചാനൽ. അപ്പോൾ വീണ്ടും ഒരു ബിഗ് ബോസ് എപ്പിസോഡുമായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു. അതായില്ല, പക്ഷേ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റീസെൻ്റ്ലി ഇട്ട ഒരു ഷോർട്സ്, ഒരു നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ നമ്മൾ ഓൾറെഡി ഇടാറുള്ളതാണ്. അപ്പം അത് ചുമ്മാ ഒന്ന് യൂട്യൂബിലും കൂടെ ഇട്ട് നോക്കി. ഇപ്പം കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമുക്ക് വീണ്ടും പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു 365 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം റിയലി ഹാപ്പി. ആൻഡ് നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ എന്താ പറയുന്നത്, യൂട്യൂബിൽ മാത്രമല്ല, ഞങ്ങൾക്കൊരു സ്പോട്ടിഫൈ ചാനലിലൂടെ ഉണ്ട്. അപ്പം സ്പോട്ടിഫൈയിലുണ്ട്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ആമസോൺ മ്യൂസിക്, പിന്നെ യൂട്യൂബ് മ്യൂസിക്, പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ FM, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കൊക്കെ അവിടെ നമ്മളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻറ്റൊക്കെ അവിടെ ഇടാറുണ്ട്, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള റീൽസ്, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ തുടർന്നുള്ള കണ്ടിന്യൂസ് സപ്പോർട്ട് തരിക. ആൻഡ് നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം. ഞാൻ അന്ന് ട്രാവലിങ്ങിലാണ്, അതുകൊണ്ട് കുറച്ച് എന്താ പറയുന്നത്, ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ളൊരു ടേബിളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മൈക്ക് ഇങ്ങനെ ആടുന്നതോ അല്ലെങ്കിൽ അനങ്ങുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. യെസ്. അപ്പോൾ നമ്മുടെ ഈ ആഴ്ച എന്തായിരുന്നു? ഈ ആഴ്ച ഡോൾ ടാസ്ക്, എന്താണ്, നീയും ബൊമ്മൈ നാനും ബൊമ്മൈ, ഇങ്ങനെ ഒരു ബൊമ്മൈ ടാസ്ക്കാണ് നമ്മുടെ ബിഗ് ബോസിൽ ഈ ആഴ്ച അരങ്ങേറിയത്. உள்ளே நிறைய பேர் மற்றவங்கள பொம்மையை வச்சுக்கிட்டு அப்படியே நிறைய வேலை பார்க்குறாங்க. அதனால் எதுவோ பொம்மை டாஸ்க் ரொம்ப ஆப்டான ஒரு டாஸ்க்னு சொல்லலாம். அதுலேயே நிறைய பிரச்சனைகள் வந்துச்சு, நிறைய சண்டைகள். இண்டிவிஜுவல் கேமாக விளையாடணும்னு சொல்லி பிக் பாஸ் கோட்டை அழித்தாலும் இப்போவும் அந்த என்ன சொல்கிறது, ஒரு குரூப்பாக விளையாடுற டாஸ்கே கொடுத்து உள்ளுக்குள்ளே இருக்கிற நிறைய குரூப் நம்மளை அதை எக்ஸ்போஸ் பண்ணி விட்டுடுச்சுன்னு வேணால் சொல்லலாம். அது மெயினாக வந்து கோவா கேங், அப்புறம் என்ன கேங், ஆதரவற்ற ஏதோ ஒரு கேங், அப்புறமா என்ன கேங், விஷாலோட கேங்க்கு என்ன பேர், பேங்காக் கேங்குன்னு வேணால் வச்சுக்கலாமா, அந்த மாதிரி ஒரு கேங். அப்படி குழுவாக அணியாக பிரிஞ்சிருக்காங்க. ஸோ இது வந்து டோல் ஹவுஸ் டாஸ்க்குக்காக பிரிஞ்ச அணின்னு சொன்னாலும் இனிமேலும் அப்படி தான் விளையாடுவாங்கன்னு நான் நினைக்கிறேன். ஏன்னா என்ன தான் இண்டிவிஜுவலாக விளையாடணும்னு சொல்லி கோட்டெல்லாம் அழித்து ரூல்ஸ் எல்லாம் மாற்றி பிக் பாஸ் அமைச்சாலும் இனிமேலும் குரூப்பாக தான் நாங்கள் விளையாடுவோன்னு அவங்க முடிவெடுத்திருக்காங்கன்னு எனக்கு தோணுது. அதுவும் இண்டிவிஜுவல் கேம் தான் முன்னாடி இருந்த பிக் பாஸ்ல எல்லாம் இருந்துச்சு. ஆனாலும் உள்ளே எப்போவுமே ஒரு குரூப் இருக்கும், ஒரு கேங்காக ஃபார்ம் ஆவாங்க. அவங்க ஒருத்தரை டார்கெட் பண்ணி அந்த மாதிரி ஒரு கேங் உருவாகி ஒரு ஹீரோ, ஒரு வில்லன், அந்த மாதிரி உருவாகி தான் எப்போவுமே பிக் பாஸ் நடந்துகிட்டு இருக்கும். അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം അങ്ങനെ ഒരു ഗ്യാങ്ങായിട്ടാണ് ഇപ്പം അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ എന്നാലും ആ ഗ്യാങ്ങിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഗോവ ഗ്യാങ് എന്ന് പറയുന്നത് സൗന്ദര്യ, ജാക്വലിൻ, ജെഫ്രി, റയൻ, പിന്നെ രഞ്ജിത്ത് അവിടെ ഉണ്ട്. രഞ്ജിത്ത് അവരുടെ മാനേജറാണെന്നൊക്കെ പറയുന്നു. വലിയ കാര്യമൊന്നുമില്ല, പുള്ളീനെ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ പുള്ളിയുണ്ട്. പിന്നെ ആദരവറ്റ അണി, അതാരായിരുന്നു? അത് മുത്തുക്കുമരൻ, മഞ്ചരി, സാച്ചന,
പിന്നെ ഈ 3 പേര് ആണ് മെയിനായിട്ട്. വിശാലിൻ്റെ ഗ്യാങ്ങിലാണ് തർഷിക, അൻഷിത, റാണവ്, പിന്നെ ആരാണ്, സത്യ, അരുൺ, ഇവരെല്ലാം ഉള്ളത്. ദീപക് പിന്നെ ക്യാപ്റ്റൻ ആയിരുന്നുകൊണ്ട് തന്നെ പ്രത്യേക ഗ്യാങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് കണ്ടസ്റ്റൻറ്റ് ദീപക് ആയിരുന്നെങ്കിൽ ഉറപ്പായും വിശാലിൻ്റെ ഗ്യാങ്ങിൽ പോയി ചേരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു 2-3 ഗ്യാങ്ങുകളാണ് ഉണ്ടായിരുന്നത് മെയിനായിട്ട്. ദീപക്കിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് നമുക്ക് ആദ്യം സംസാരിക്കാം. முன்னாடி இருந்த தீபக் வந்து தீப்பொறி தீபக்னெல்லாம் அவருக்கு உள்ள பேர் வச்சது உண்டு. ஆனால் அவ்வளோ தீப்பொறியாக நம்ம முன்னாடி வராமல் இருந்தாலும் கண்டஸ்டன்ஸுக்கு எப்போவுமே அவர் ஒரு தீப்பொறி தீபக் தான். எப்போவுமே என்ன பேசினாலும் கொஞ்சம் ரூடாக பேசுகிறாரோ, கொஞ்சம் அன்அப்ரோச்சபிள் அப்படின்னு வேணால் சொல்லலாம். அந்த மாதிரி ஒரு பர்சனாலிட்டியாக இருந்தார். ஆனால் கேப்டன் ஆனதுக்கப்புறம் நிறைய பொறுமையும் கடமையும் உணர்ச்சியும் வந்து அவரோட கோவத்தை எல்லாம் கண்ட்ரோல் பண்ணி அப்படியே ஒரு ஆளாக இருந்தார். ஒரு லாஸ்ட் 4 days 5 days வரைக்கும்னு நினைக்கிறேன். ஃபஸ்ட்டு நாளே வந்து பிக் பாஸே பாராட்டினார். ஏன்னா அவர் வந்து ஒவ்வொரு வீடுக்கு ஒரு ஸ்ட்ரக்சர் வேணும்னு சொல்லி ஒவ்வொரு இப்போ கிச்சனுக்கு ஒன்று, ஸ்டோருக்கு ஒன்று, பாத்ரூம் இன்சார்ஜ் ஒன்று, அந்த மாதிரி ஒவ்வொருத்தராக பிரித்து அவங்கக்கிட்ட பொறுப்பை ஒப்படைச்சு அதுக்கப்புறமா தனக்காக ஒரு சார்ஜெண்ட்டை வச்சு அவங்கள வச்சு இவங்க ஒழுங்காக வேலை பார்க்குறாங்கன்னு அவங்கள பார்க்க சொல்லி அந்த மாதிரியெல்லாம் நல்லா பண்ணார் அவர். சார்ஜெண்ட்டாக சௌந்தர்யாவை போட்டது எனக்கு ரொம்ப பிடிச்சிருந்தது. அவங்களா கேட்டு മുൻ വന്നാங்க, ഇവരും കൊടുത്താரு. നല്ല ഒരു എന്താ പറയുന്നത്, നല്ല മനോഹരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. അപ്പോൾ എന്താ അപ്പോൾ ദീപകിൻ്റെ ക്യാപ്റ്റൻസി തുടങ്ങുമ്പോൾ തന്നെ ബിഗ് ബോസ് ഈ 8 സീസണുകളിൽ കഴിഞ്ഞ 7 സീസണിൽ ഞാൻ ഇതുവരെ ഒരു ക്യാപ്റ്റനെ പ്രശംസിച്ചിട്ടില്ല, ഇപ്പോൾ ഞാൻ പ്രശംസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒപ്പിക്കുമെന്ന്. പക്ഷേ പുള്ളി ഒപ്പിച്ചില്ലെങ്കിൽ അകത്തുള്ള കണ്ടസ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുമല്ലോ. അപ്പം നമ്മുടെ സാച്ചന, അത് ദീപക്കിന് 5 ഇലയുള്ള ഒരു പൂവാണ് കൊടുത്തത്. അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രം ക്യാപ്റ്റൻസിയുടെ ഇത് വരുമ്പോഴത്തേക്കും 3 ഓപ്ഷൻസ് കൊടുക്കുന്നു? കാര്യം മഞ്ജരിക്ക് 3 കോയിനാണ് കൊടുത്തത്, അരുൺ 5 റിബൺ കൊടുത്തു, മഞ്ജരിക്ക് 3, ദീപക്കിന് 5 ഇതളുള്ള പൂ കൊടുത്തു. അപ്പോൾ എന്തുകൊണ്ട് ഈ ആൺ പെൺ ഇത് വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഇനീക്വാലിറ്റി വരുന്നത് എന്നുള്ള രീതിയിൽ? അപ്പം ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അതിപ്പോൾ എന്താ, ആദ്യത്തെ തവണ 5 കൊടുത്തു, അടുത്ത തവണ 3 കൊടുത്തത് മേ ബി ക്രിയേറ്റീവ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. അങ്ങനെ ഒരു ആംഗിളിലാണ് ഞാനത് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ. എന്തുകൊണ്ട് അരുൺ 5 റിബൺ കൊടുത്തു, ദീപക്കിന് 5 ചാൻസ് ഉണ്ട്, മഞ്ജരിക്ക് മാത്രം എന്തുകൊണ്ട് 3 എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച സാച്ചനയും ജെഫ്രിയാണ് മത്സരിക്കുന്നത്. സാച്ചന എങ്ങാനും ഇനി ക്യാപ്റ്റനായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ 3 ഇതാണോ കൊടുക്കുക, അതോ 5 ചാൻസ് കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് നോക്കിയിട്ട് ഞാനൊന്നും കണ്ടില്ല. കാരണം ഇപ്പോൾ ടാസ്ക് ആയിരുന്നു പകുതി മുക്കാലും നേരം എന്ന് പറഞ്ഞാലും മറ്റേ രാജാറാണി എന്തുവായിരുന്നു, രാജാപ്പാട്ട് സാധനമായിരുന്നെങ്കിലും ഇവിടെ ബൊമ്മൈ ടാസ്കും തന്നെ ഒരു 2-3 ദിവസമായിട്ട് അരങ്ങേറിയ പരിപാടിയില്ലേ. മേ ബി അവർക്ക് ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തോ അതിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും കുറച്ച് അൺഫെയർ ആയില്ലേ എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും മഞ്ജരിയുടെ ബാക്കി ഒരു കോയിൻ മാത്രമേ എടുത്തുള്ളായിരുന്നു, ബാക്കി ഒന്നും എടുത്തില്ല. പുള്ളിക്കാരി കോയിൻ ഇടാതെ വന്നിട്ട് പോലും ആരും ഇത് എടുത്തില്ല. സോ പക്ഷെ ആ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായായിരുന്നു. അതിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതുമാണ്. ഇത്തവണയും മഞ്ജരി തന്നെ സംസാര വിഷയമായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ നീയും ബൊമ്മൈ നാനും ബൊമ്മൈ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രശ്നങ്ങളെ വെച്ചിട്ടാണ്. അപ്പോൾ
ദീപകിൻ്റെ ക്യാപ്റ്റൻസിയിൽ വിജയ് സേതുപതി അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു, ഒരേ ഒരു കാര്യം ഒഴിച്ച് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരേ ഒരു കാര്യവും പുള്ളി സീരിയസ് ആയി അഡ്രസ്സ് ചെയ്തോ എന്ന് ചോദിച്ചാൽ அப்படி எனக்கு தோணல. நான் அதை வந்து ஒரு ரொம்ப சாதாரணமாக கடந்து போயிட்டாருன்னு தான் நான் நினைக்கிறேன். ஏன்னா அந்த சுச்சுவேஷனில் வந்து தீபக்கை அந்த ஒரே ஒரு விஷயத்தை தவிர அப்படின்னு சொல்லிட்டு போனார். ஆனால் அதுவும் அட்ரஸ் பண்ண வேண்டிய ஒரு விஷயந்தான். ஏன்னா அவர் வந்து ரொம்ப ஹைப்பராகி ஏதோ ரொம்ப அக்ரெசிவாக இருந்த மாதிரி இருந்துச்சு. பெஞ்ச் மேலே டேபிள் மேலே ஏதோ ஏறி கத்தி, இப்போ நான் கேப்டன் தீபக்கா இல்லை, ஹவுஸ்மேட் தீபக்கா சொல்கிறேன்னெல்லாம் சொல்லி ரொம்ப ஓவராக ஷோ பண்ணி அதை டெஃபினட்டாக கேட்டிருக்கணும், அந்த மாதிரி நடந்திருக்க கூடாது அப்படின்னு சொல்லியிருக்கணும், ஒரு வார்னிங்காச்சும் கொடுத்துருக்கணும். ஆனால் அதை பண்ணாமல் விட்டார். அது வார வாரம் வந்து நாம் சொல்லிகிட்டே இருக்கோம், இவர் இப்படி கேட்க வேண்டிய விஷயத்த கேட்காம மற்றதெல்லாம் கேட்டு விடுறாரு. அப்புறமா அவர் எல்லா வாரமும் கம்ப்ளைண்ட்டும் பண்ணுறாரு. ஏன்னா என்னை பற்றி அப்படி தான் சொல்கிறாங்க, நான் வந்து உங்களை பேச விட மாட்டேங்கிறாங்க, ஒரு ஆளை எழுப்பி அவங்கக்கிட்ட கேள்வி கேட்டு அவங்கள முழுசாக பதில் சொல்லாமல் தடுத்து, அதுக்கப்புறமா இவர் என்ன ஒப்பீனியனோட வராரோ அதை இவர் ப்ரொஜெக்ட் பண்ணி அவங்கள அதை பேச வச்சு அப்புறமா அப்படியே உட்கார வச்சு கடந்து போகிறாரு. அந்த மாதிரி ஒரு விமர்சனத்தை சோஷியல் மீடியாவில் எப்போவுமே இருக்குது. அதை அவர் வாரம் வந்து அட்ரஸ் பண்ணாங்க. ஆனாலும் இங்கே வந்து சொல்கிறத தவிர அவர் அதை മാറ്റിக்கிற மாதிரி தெரியல. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഈ ആഴ്ച അതുപോലെ തന്നെയാണ് കടന്നുപോയത്. ഇതൊക്കെ നമ്മുടെ കമൽ സാർ ആയിരുന്നെങ്കിൽ ഇപ്പം പല കാര്യങ്ങൾക്കും ഉണ്ടല്ലോ. ഇന്ന് ഈ സാറ്റർഡേ എപ്പിസോഡ് തന്നെ ഒരു ബൗള് കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം നേരമായിരുന്നു, 2 മണിക്കൂറിനടുത്തെന്തോ എപ്പിസോഡ്. എന്നിട്ട് അതിൽ 3/4 മണിക്കൂർ നേരം ബൗളും കറിയും ബൗളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോന്നാണ് ഇത്, അത് എനിക്കറിഞ്ഞൂടാ. എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഇവരോടൊക്കെ സംസാരിച്ച് വരുന്നതിന് എന്താ നമ്മളെ സുത്തി വിടുறாங்க, அதனால தான் நான் அப்படிയെല്ലാം பேச வேண்டியிருக்கு, അങ്ങനെ ഒരു ന്യായീകരണം നടത്തുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പം ഇടയ്ക്ക് കയറിയിട്ട് പറയാൻ സമ്മതിക്കാതെ പുള്ളി തന്നെ അവരെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വേറെ ഇതിലോട്ടൊക്കെ ലീഡ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ തമിഴിൽ പറയുകയാണെങ്കിൽ ഇഴുത്തടിக்கிறாங்கன்னு சொல்லுவாங்க, അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഒരു വലിച്ചു നീട്ടുന്നുണ്ടോ, അങ്ങനെ പുള്ളി തന്നെ മനഃപൂർവ്വം ഇവർ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് പറയാതെ ചുറ്റി വിടുകയാണ് എന്ന് പറയുന്നുണ്ടോ. അതായത് പുള്ളിയുടെ ഭാഗത്തൊരു ന്യായീകരണം പോലെ പുള്ളി അത് പ്രൂവ് ചെയ്യുകയാണ് ഓരോ ആഴ്ചയും എന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് അവർ തന്നെ ചെയ്യുന്നതാണെന്ന് തോന്നും, പക്ഷെ ചില സമയത്ത് പുള്ളി തന്നെ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയാറില്ല, എന്നാലും താല്പര്യമുള്ളവർക്ക് പറയാം. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു, ഇപ്പോൾ പുള്ളി തന്നെ ട്വിസ്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു രീതിയിൽ. ഇനി ഇന്നത്തെ ദിവസമാണെങ്കിലും ഓഡിയൻസിലുള്ള ഒരു അമ്മച്ചിയൊക്കെ എഴുന്നേറ്റിട്ട് പറയുന്നു, യു സാർ ഞങ്ങളും വിചാരിച്ചുകൊണ്ടിരുന്നത് സാർ ഇവരെല്ലാം പെസ വിടാമ തടുക്കാറ് എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അയ്യോ അങ്ങനെയല്ല, വിജയ് സേതുപതി സാർ എല്ലാവരെയും സംസാരിക്കാൻ സമ്മതിക്കുന്നുണ്ട്, ഇവരാണ് വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നിയത്. പുള്ളി കുറച്ചൊക്കെ ഒന്ന് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളത്. കാര്യം ഇത് ഇത്രയും നീട്ടി വളച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു കുറുമ്പട ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. 50 ദിവസം കഴിഞ്ഞു. ഇനിയുള്ള 50 ദിവസത്തിലെങ്കിലും ഒരു കുറുമ്പടം ഏതേലും ഒരാഴ്ച ഒന്നിട്ട് കണ്ടിരുന്നെങ്കിൽ, കുറുമ്പടം ഇല്ലാത്ത സീസൺ എന്നുള്ളൊരു റെക്കോർഡ് വല്ലതും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. കാര്യം കുറുമ്പടം ഇടാനുള്ള സിറ്റുവേഷൻസ് പലതുണ്ടായിരുന്നു. വിശാൽ സൗന്ദര്യനെ പറ്റി അനാവശ്യം പറഞ്ഞത്, യവന്മാരെല്ലാം കൂടെ പോയിട്ട് പാതിരാത്രി തിരുട്ട് ബിരിയാണി, ഇരുട്ടുകടയിൽ തിരുട്ട് ബിരിയാണി, ഇരുട്ടറയിൽ മുരട്ട് കുത്തുന്നൊക്കെ പറയുന്ന പോലെ ഇരുട്ട് കടയിൽ തിരുട്ട് ബിരിയാണി തിന്നുകൊണ്ടിരുന്നതിൻ്റെ ഇതോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അരുൺ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, അതിനെപ്പറ്റി പറയുമോ, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഒരു കുറുമ്പടമായിട്ട് സോൾവ് ചെയ്യാൻ. ഇപ്പം ഈവൻ ഈ സാച്ചനയുടെ മറ്റേ ബൗളിൻ്റെയും പട്ടാളത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതാണെങ്കിലും എടുത്ത് പറയായിരുന്നു.
പണ്ടാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ദിവസത്തെ എപ്പിസോഡിൽ നോക്കിയപ്പം നമ്മുടെ അൻഷിത കൊതുക് കടിച്ചപ്പോഴാണ് ഈച്ച വന്നപ്പോഴാണ് അറിയില്ല പണ്ടാരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ, ഒരു സഹമലയാളി എന്നുള്ള നിലയിൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. എന്താണേലും അൻഷിത ഈ ആഴ്ച ഒരു ഗംഭീരമായിട്ടുള്ളൊരു പരിപാടി ചെയ്തു. അത് ആവശ്യമില്ലാത്തൊരു പരിപാടിയല്ലേ എന്നുള്ളൊരു ഇതുണ്ടെങ്കിലും ബിഗ് ബോസിൽ നമുക്ക് എപ്പോഴും ഒരു ഡ്രാമയൊക്കെ വേണമല്ലോ, നല്ല കാണാനൊരു രസമുള്ളൂ. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും മനുഷ്യത മഞ്ചരിയുടെ പാവ ഉള്ളിൽ പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ജാക്കലിനുമായിട്ട് മണിക്കൂറുകളിരുന്നു. പക്ഷേ ഒരുപാട് നേരം പിടിച്ചു വെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അൻഷിത എത്തുകയും അവസാനം പാവ കൊണ്ട് വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. അതായത് ആത്രത്തെ അടക്കള ആണ് മൂത്രത്തെ അടക്കാൻ മുടിയാത് എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പാവം എൻ്റെ അൻഷി. ഞാൻ ആരെപ്പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവരെന്തേലും ഒപ്പിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അൻഷിത ഒരു എന്താ പറയുന്നത്, ഒരു പ്യുവർ സോളാണ്. എന്താ ഇതുവരെ എക്സ്പ്രസ് ചെയ്യാവുന്ന ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുന്നത്, ഫേക്കായിട്ടൊന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അൻഷിതയുടെ ഉള്ളിലുള്ള എന്താ പറയുന്നത്, ചെറിയ അല്ലെങ്കിൽ വലിയ അളവിലുള്ള ഒരു വിഷം ഈ ഒരു ടാസ്കിൽ പുള്ളിക്കാരി ചീറ്റുകയുണ്ടായി. എങ്കിലും ഒരു മുട്ടുകൊടുക്കുകയാണെന്ന് പറയുന്ന രീതിയിൽ ഒരു ഇത് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ, അപ്പോഴും പുള്ളിക്കാരി പ്യുവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഉള്ളിലുള്ള ആ പ്യുവറായിട്ടുള്ള എന്താ പറയുന്നത് വിഷം അങ്ങനെ തന്നെ പുള്ളിക്കാരി കാണിച്ചല്ലോ. ആരുടെ പാവ വേണേലും അകത്ത് നോക്കും, പക്ഷെ മഞ്ജരിയുടെ പാവ മാത്രം അകത്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ പുള്ളിക്കാരി നിന്നു. അതിന് കാരണം എന്ന് പറയുന്നത്, പുള്ളിക്കാരി വൈൽഡ് കാർഡായിട്ട് വന്നതാണ്. വൈൽഡ് കാർഡായിട്ട് വന്ന ഉടനെ തന്നെ നിങ്ങളെ ഒന്നും കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള സത്യം അങ്ങ് പറയുകയും അതിവിടെ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്റ്റായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹൗസിൻ്റെ അകത്ത്. അതുകൊണ്ടാണെന്ന് തോന്നി ഇവർ ആഴ്ചയിലും വൈൽഡ് കാർഡുകളെ നോമിനേറ്റ് ചെയ്ത് എല്ലാത്തിനെയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. റിയാനെ പറഞ്ഞു വിട്ടു, ഇന്നിപ്പം ശിവകുമാറിനെ പറഞ്ഞു വിട്ടു. ഇനിയിപ്പം മഞ്ചരി, റയാൻ, റാണവ് മാത്രമേ ബാക്കിയുള്ളൂ. അതുങ്ങളെയും വരുന്ന ആഴ്ചയിൽ പറഞ്ഞു വിടാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ശിവകുമാറൊക്കെ റിയയ്ക്ക് മുമ്പേ പോകേണ്ടതാണ്. അതുകൊണ്ട് റിയ പോയപ്പോഴുള്ള ഒരു എന്താ പറയുന്നത്, നമുക്ക് തോന്നിയ ഒരു ചെറിയ സങ്കടം ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ചമില്ലേ അച്ചമില്ലേ അച്ചമൻപതില്ലേ ഉള്ള ഡയലോഗും ബാഹുബലി സ്റ്റൈലിലുള്ള ചില പ്രകടനങ്ങളും എല്ലാം ഇന്നത്തോടെ കഴിഞ്ഞു കിട്ടി. പോകാൻ നേരം മുത്തശ്ശൻ ശിവാജി ഗണേശൻ്റെ പടയപ്പ സിനിമയിലെ രംഗങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ട് അതിൻ്റെ മൊമെൻറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പോയത്. ഞാൻ ഓർക്കുന്നുണ്ട്, ശിവകുമാർ വന്ന സമയത്ത് ആരണ്ട് പറഞ്ഞ് ഭാര്യ ആദ്യം ഒരു സീസണിൽ വന്നു, നടന്നില്ല. അൾട്ടിമേറ്റിലും വന്നു, ഒന്നും നടന്നില്ല. എന്നിട്ടാണ് ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവനും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ബട്ട് പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ പുള്ളി പുറത്തേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചൊന്നും മറ്റൊരു രഞ്ജിത്തായി മാറി എന്നുള്ളതല്ലാണ്ട് ശിവകുമാർ ആകപ്പാടെ ചെയ്തത്. പക്ഷെ രഞ്ജിത്തിനേക്കാളും മേ ബി ശിവകുമാർ എന്തെങ്കിലുമൊക്കെ ടാസ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ബോയ്സ് വേഴ്സസ് ഗേൾസ് ആയിരുന്ന സമയത്ത് ഷോപ്പിംഗ് ടാസ്ക് അങ്ങനെയുള്ള ടാസ്കുകളിലൊക്കെ ഗംഭീരമായി പരാജയപ്പെടുകയും പിന്നെ എന്താ പറയുന്നത്, മറ്റേ മിക്കി മൗസ് ആയിട്ടോ ഗൂഫി ആയിട്ടോ ഏതാണ്ടൊക്കെ ഒരു പെർഫോമൻസൊക്കെ മറ്റേ സ്കൂൾ ടാസ്കിൻ്റെ സമയത്ത് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് കാഴ്ചവെക്കുകയും ചെയ്തായിരുന്നു. അപ്പം ആ അർത്ഥത്തിൽ നോക്കിയാൽ രഞ്ജിത്തിനേക്കാളും ഭേദമാണോ ശിവകുമാർ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബട്ട് സ്റ്റിൽ പോകേണ്ട ആൾ തന്നെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോളാണ് ഇട്ടിരുന്നത്, ആരെ സേവ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അതിൽ 57% രഞ്ജിത്തിന് വോട്ട് ചെയ്തു, ജാക്കുലിന് 43%. നിങ്ങളിപ്പോഴും ആരെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണ്. എനിക്ക് ഈ പോളിൻ്റെ റിസൾട്ട്സൊക്കെ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാര്യം ഞാൻ സാധാരണ കാസ്റ്റ് യുവർ വോട്ട്സ് എന്ന് പറഞ്ഞിടുന്നത് ആര് എവിക്റ്റ് ആവണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.
അപ്പം ഇത്തവണ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ഹു ഡു യു വോണ്ട് ടു സേവ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഇട്ടത്. എന്നിട്ടും 57% രഞ്ജിത്തിനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞു. 43% ജാക്വലിൻ, 29% റയൻ, സത്യയ്ക്ക് 14%, ഒബ്വിയസ്ലി അൻഷിതയ്ക്ക് 29%, വിശാലിന് 29%, സാച്ചനയ്ക്ക് 40%, ആനന്ദിക്ക് 40%, ശിവകുമാറിന് 20%. അപ്പോൾ ശിവകുമാറിന് വോട്ട് ചെയ്യുന്ന 20%, സോറി ടു സേ ദിസ്, അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. ബട്ട് മഞ്ചരിക്ക് 0%. നിങ്ങൾക്ക് ആർക്കും മഞ്ചരീനെ സേവ് ചെയ്യണമെന്നില്ലേ? അതോ നിങ്ങളിനി മഞ്ചരീനെ പുറത്താക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്? ഐ ഡോണ്ട് നോ. മഞ്ചരി എന്താ പറയുന്നത്, സോറി, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കൂർക്കം വലിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെതാണ്. അദ്ദേഹം നമ്മുടെ ബോണ്ടണ്ണൻ്റെ കൂടെയാണ് ഞാൻ ഇന്നുള്ളത്. ബട്ട് എപ്പിസോഡ് ചെയ്യാൻ വിളിച്ചാണ്, പക്ഷെ അദ്ദേഹത്തിന് ബിഗ് ബോസ് ചെയ്യാൻ തന്നെ ഇപ്പോൾ താല്പര്യമില്ലാത്തത് കൊണ്ട് വന്നില്ല. അല്ലായിരുന്നെങ്കിൽ വിളിച്ചിരുത്താമായിരുന്നു. അപ്പോൾ ബോണ്ടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അതായത് ആളുകൾക്ക് ഓവറായിട്ട് സംസാരിക്കുന്ന സ്ത്രീകളെ ഇഷ്ടമല്ല. ബിഗ് ബോസിൽ വരുമ്പോൾ കുറച്ച് സ്മാർട്ടായിട്ടുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് അതുപോലെ എന്തെങ്കിലും ലുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തിയറി വെച്ചിരുന്നു. ബട്ട് ലുക്കിൻ്റെ കാര്യത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് അതൊരു പോസിബിൾ തിയറിയാണ്. നമ്മളിതിനെപ്പറ്റി മുമ്പ് സംസാരിച്ചിട്ടുമുണ്ട്. മഞ്ചരി വീട്ടിലുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നത് നിറത്തിൻ്റെ പേരിൽ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടൊന്നുമല്ല, പുള്ളിക്കാരി നല്ലൊരു പ്ലെയറാണ്, നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാനും ഡിഫെൻഡ് ചെയ്യാനും ഒക്കെ അറിയാവുന്ന ഒരാളാണ്, നല്ല വൊക്കാബുലറിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആ വീട്ടിൽ മുത്തുക്കുമരൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരെ സംസാരിക്കാൻ വിടാതെ തളർത്തുക എന്നുള്ളതാണ്. നമ്മൾ അവരെക്കാളും ബെറ്ററായി പെർഫോം ചെയ്യണം എന്നുള്ളതല്ല, അവരെ മാനസികമായി തളർത്തി നമ്മൾ മുന്നേറണം എന്നുള്ള രീതിയിലുള്ള ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അവരുടെ ലെവലിലോട്ട് എത്തി ഉയരണം, അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലുള്ളതൊന്നും ഇവിടെ ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ചരീനെ ടാർഗറ്റ് ചെയ്യുന്നത്. അത് നിറത്തിൻ്റെ അതിൻ്റെ പേരിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് എന്താണെങ്കിലും ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ അൻഷിത അതിനൊരു ബൊമ്മ ടാസ്കിൻ്റെ ഇടയിൽ ഒരു ന്യായമായി പറഞ്ഞത്, പുള്ളിക്കാരി മഞ്ചരി വന്നപ്പോഴത്തേക്കും ഇവിടെ ഉള്ളവരൊന്നും ചെയ്തില്ല എന്നുള്ള രീതി. അപ്പം അതായത് ഈ ഇപ്പോഴത്തെ 25 നാൾ അകത്തുണ്ടായിരുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഇപ്പം വന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ ആരും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു ആംഗിളിലാണ് അൻഷിത. അപ്പം അതിന് ഒന്ന് പ്രൂവ് ചെയ്യണം, നീ ഇപ്പം അങ്ങനെ മുന്നേറണ്ട എന്നുള്ള രീതിയിൽ അത് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു പുള്ളിക്കാരി. മനസ്സിൽ വെച്ചില്ല, ദീപക്കിനെ സേവ് ചെയ്യണം എന്നുള്ള. അതായത് എങ്ങനെ ഗെയിം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻഷിതയുടെ കയ്യിൽ മഞ്ചരിയുടെ ഡോളും, ജാക്കുലിൻ്റെ കയ്യിൽ അൻഷിതയുടെ റോളും, അല്ല ജാക്കുലിൻ്റെ കയ്യിൽ ദീപക്കിൻ്റെ ഡോളും, മഞ്ചരിയുടെ കയ്യിൽ ദീപക്കിൻ്റെ ഡോള്, ജാക്കുലിൻ്റെ കയ്യിൽ അൻഷിതയുടെ റോള്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതെ, മഞ്ചരിയുടെ കയ്യിൽ ജാക്കുലിൻ്റെ ഡോള്, ജാക്കുലിൻ്റെ കയ്യിൽ അല്ലല്ല മഞ്ചരിയുടെ കയ്യിൽ ദീപക്കിൻ്റെ ഡോള്, ജാക്കുലിൻ്റെ കയ്യിൽ അൻഷിതയുടെ ഡോള്, അൻഷിതയുടെ കയ്യിൽ മഞ്ചരിയുടെ ഡോള്. അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ജാക്കുലിൻ്റെ ഡോള് മഞ്ചരിയുടെ ആയതുകൊണ്ട് തന്നെ ജാക്കുലിൻ സേവ് ആകണമെങ്കിൽ മഞ്ചരി വിചാരിക്കണം. പക്ഷെ മഞ്ചരി വിചാരിക്കണമെങ്കിൽ മഞ്ചരിയുടെ ഡോളകത്ത് പോകണം. മഞ്ചരിയുടെ ഡോളകത്ത് പോകാനായിട്ട് അൻഷിത സമ്മതിക്കില്ല. ഈ റൗണ്ട് ഈസി ആയിട്ട് കഴിഞ്ഞേനെ. മഞ്ചരിയുടെ ഡോള് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മഞ്ചരി ജാക്കുലിൻ്റെ വെക്കും, ദീപക്കിൻ്റെ പുറത്ത് പോയാലും അവർക്ക് ആർക്കും ഒന്നും പോകാനില്ല. അങ്ങനെ സേവ് ആവേണ്ടതാണ്. പക്ഷേ അതിനവർ സമ്മതിക്കാത്തതുകൊണ്ട് മഞ്ചരിയും പിടിച്ചുകൊണ്ട് നിന്നു. ആൻഡ് ജാക്കുലിൻ അൻഷിതയായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മഞ്ചരിയായിട്ടൊരു ഡീല് വെക്കാം, എന്നിട്ട് മഞ്ചരീനെ കൊണ്ട് ദീപക്കിൻ്റെ ഡോള് വെപ്പിക്കാം. അങ്ങനെ വെക്കുവാണെങ്കിൽ നീ മഞ്ചരിയുടെ ഡോള് വെക്ക് എന്ന് പറയുമ്പോൾ മഞ്ചരിയുടെ ഡോള് വെക്കില്ല.
അപ്പം അങ്ങനെയാണെങ്കിൽ മഞ്ചരിനെ കൊണ്ട് ഞാൻ ഡോള് വെപ്പിക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ തമ്മിലാണല്ലോ, അപ്പം അത് ഞാൻ നിൻ്റെ ഡോള് കൊണ്ട് വെക്കാം എന്നുള്ള രീതിയിൽ അവർ ആദ്യം ഒരു ഡീൽ പോലെ സംസാരിച്ചു. പക്ഷേ ജാക്ലിൻ ചെന്ന് മഞ്ചരിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ മഞ്ചരി ആയിട്ട് മറ്റൊരു ഡീൽ ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ വരികയും മഞ്ചരിയുമായിട്ടുള്ള ഡീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ചരി കൊണ്ടുപോയി മഞ്ചരിയുടെ കയ്യിലിരിക്കുന്ന ദീപക്കിൻ്റെ ഡോളകത്ത് വെക്കുകയാണെങ്കിൽ ജാക്വലിൻ മഞ്ചരിക്ക് വേണ്ടി നിൽക്കാം, മഞ്ചരിയുടെ ഡോളകത്ത് പോകുന്നവരെ ജാക്വലിൻ നിൽക്കാം എന്നുള്ള അല്ല ജാക്വലിൻ മഞ്ചരി ജാക്വലിൻ്റെ ഡോൾ വെക്കുകയാണെങ്കിൽ പിന്നെ ജാക്വലിനും അൻഷിതയും തമ്മിലുള്ള ഇതാവുമല്ലോ. അപ്പം അങ്ങനെ മഞ്ചരിക്ക് വേണ്ടിയിട്ട് ജാക്വലിൻ നിൽക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആ ഡീല് സമ്മതിപ്പിച്ചെടുത്ത് മഞ്ചരിയെ കൊണ്ടുപോയി ദീപക്കിൻ്റെ ഡോളകത്ത് കൊണ്ട് വെച്ചു. അപ്പം അൻഷിത ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറയുന്നത്, ദീപക്കിൻ്റെ ഡോളകത്ത് വെക്കുവാണെങ്കിൽ മഞ്ചരിയുടെ വെക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ മഞ്ചരി കൊണ്ട് ദീപക്കിൻ്റെ ഡോള് വെച്ചു. എന്നാലും മഞ്ചരീനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണല്ലോ അൻഷിത ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഡയലോഗൊക്കെ അടിച്ച് ഞാൻ മണിക്കൂറുകൾ നിൽക്കും, മുള്ളാൻ മുട്ടിയാലും എന്താ പറയുന്നത്, ഈ ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വന്നാലും വെള്ളം ദാഹിച്ചാലും പട്ടിണി കിടന്നാണെങ്കിലും ഞാനിവിടെ നിൽക്കും, 2 ദിവസം നിൽക്കും, 48 മണിക്കൂർ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് നിന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അൻഷിത ഒരുപാട് വെള്ളം കുടിച്ചായിരുന്നു എന്ന് തോന്നുന്നു, അൻഷിത തന്നെ പറയുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ജാക്വലിൻ എന്താ പറയുന്നത്, മഞ്ചരി കൊണ്ടുപോയി ജാക്വലിൻ്റെ ഡോള് വെച്ചപ്പോൾ തന്നെ ജാക്വലിൻ സേവ് ആയി. എങ്കിലും മഞ്ചരിക്ക് കൊടുത്ത ഒരു വാക്കിൻ്റെ പേരിൽ അവിടെ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് അൻഷിതയായിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞു. മഞ്ചരി വന്ന് എന്നോട് ഞാൻ നീ എൻ്റെ ഡോൾ എന്താ പറയുന്നത്, അൻഷിതയുടെ ഡോള് കൊണ്ട് വെച്ചോ, അവളെൻ്റെ ഡോള് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ട് വെക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. മഞ്ചരിയും പറഞ്ഞ പോലെ തന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ചരിയും വന്ന് ജാക്വലിനോട് എൻ്റെ ഡോള് വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ എന്നാലും ജാക്വലിൻ അപ്പോഴത്തേക്കും അൻഷിത ഇതുപോലെ കുറേ ഓവറായിട്ട് ഡയലോഗ് അടിച്ച് ജാക്വലിന് ഒരു വാശി കയറിയിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ നിൽക്കാം. ജാക്വലിൻ മഞ്ചരിയോട് ചോദിച്ചതാണ്, നീ എനിക്ക് വേണ്ടി നിൽക്കൂ എന്ന് ചോദിച്ചു. മഞ്ചരി പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടി, പാൻറ്റിൽ തന്നെ പോയാലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും, പാൻറ്റിൽ പോയാലും പോകുമെന്നുള്ളതാണ്, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജാക്വലിനും മോട്ടിവേഷൻ കിട്ടി. ആൻഡ് ജാക്വലിൻ സ്റ്റേഡ് സ്ട്രോങ്. ജാക്വലിനും എന്താ പറയുന്നത്, ടാസ്ക് തുടങ്ങിയ സമയത്ത് തന്നെ ബാത്റൂം യൂസ് ചെയ്യേണ്ട ഒരു ഒരു മൂത്രശങ്ക ഉണ്ടായെങ്കിലും ജാക്വലിനും അത് കൺട്രോൾ ചെയ്ത് നിന്നു എന്നുള്ളതാണ്. അപ്പം രണ്ടുപേരും ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നേച്ചർ കോൾ വിൻസ് എന്നുള്ള രീതിയിൽ അൻഷിത പോകേണ്ട വന്നു. അപ്പം പലരും ചോദിക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നാഷണൽ ടി വിയിൽ പാൻറ്റിൽ മൂത്രം പോവുക എന്ന് പറയുന്നത് നമ്മൾ സ്വയം നാറുന്ന ഒരവസ്ഥയാണല്ലോ. അങ്ങനെ ഒരു നാറുന്ന അവസ്ഥയിലായിട്ട് പോലും മറ്റൊരാളുടെ ഇത് പോകാൻ പാടില്ല എന്ന രീതിയിൽ നിൽക്കുന്നത് ഇത്തിരി കടന്ന കൈയല്ലേ എന്നുള്ളത്. കാര്യം ജാക്വലിൻ ഈ ഒരു ന്യായത്തിന് കറക്റ്റായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക്കിന് ഈ ബൊമ്മ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കാര്യം ഈ ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ ഇതിലേക്കാണ് ഈ ഒരു ഡോൾ ടാസ്ക് ലീഡ് ചെയ്യുന്നതെങ്കിൽ ദീപക്കിന് അത് കിട്ടേണ്ട കാര്യമില്ല. കാര്യം ഈ ആഴ്ച അദ്ദേഹം ക്യാപ്റ്റനാണ്, അദ്ദേഹം നോമിനേഷന് പോലും ഇല്ല. അപ്പോൾ ആ ഒരു പാസ് വെറുതെ പോകത്തേ ഉള്ളൂ. അദ്ദേഹം ഈ ആഴ്ച നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സേവ് ആവുന്നൊന്നുമില്ല. ഒരു നോമിനേഷൻ ഫ്രീ പാസ് ഒരാഴ്ചത്തേക്ക് വാലിഡ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല ഈ ആഴ്ച. സോ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ അൻഷിതയോട് പറഞ്ഞിരുന്നു, ബുദ്ധിമുട്ടാവില്ല ഇരിക്കണ്ട എന്നുള്ള രീതി. ബട്ട് അൻഷിത ഇരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹം പോയി കിടന്നുറങ്ങുകയും ചെയ്തു. അറ്റ്ലീസ്റ്റ് കുറച്ച് പേര് പുറത്ത് വന്ന് ഇവർക്ക് വേണ്ടി ഇരിക്കാനൊക്കെ റെഡിയായി. ഇപ്പോൾ പവിത്രയൊക്കെ വന്നിരുന്നൊക്കെ അങ്ങനെ ഇരിക്കാനൊക്കെ റെഡിയായി. ബട്ട് ദീപക് അതിനൊന്നും വെയിറ്റ് ചെയ്തില്ല. മഞ്ചരി ആണെങ്കിലും ജാക്വലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്തു ഉറങ്ങാതെ. പക്ഷെ ദീപക് പോയി കിടന്ന് സുഖമായിട്ട് പോയി കിടന്നുറങ്ങി. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല ഇത് നടക്കുന്നത്, പിന്നെ ഞാനെന്തിനാ കുത്തിയിരിക്കുന്നത്, രാവിലെ അറിയാമല്ലോ എന്നുള്ള രീതി. അത്രയും നേരം പോകുമെന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ദീപക് ചെയ്ത് ശരിയായില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത്, ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല കളിക്കുന്നതെന്നുള്ളത് വ്യക്തമായി. പിന്നെ ഒരുപാട് നേരം ഇവിടെ ഇരിക്കേണ്ട കാര്യവുമില്ല, അവരത്രയും പോകുമെന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതെന്തോ വെളുപ്പിനെ 5 മണി വരെയോ 4 മണി വരെയോ ഏതാണ്ട് നീണ്ടു നിന്നു ഇവരുടേത്. അപ്പം
അതുകൊണ്ട് തന്നെ അതേകുമ്പോൾ കിടന്ന് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പാവ ഏത് പാവയാണ് ബാസ്ക്കറ്റിൽ കിടക്കുന്നതെന്ന് നോക്കി ദീപക് എന്നുള്ള രീതിയിൽ അതെടുത്ത് ക്യാമറേനെയൊക്കെ ഒന്ന് കാണിച്ച് ഒരു നെടുവീർപ്പോടെ അതിങ്ങനെ അങ്ങോട്ടിടുന്നതൊക്കെ കണ്ടു. ബട്ട് എനിവേസ് അപ്പോൾ ജാക്വലിനാണ് ഈ അവസരത്തിൽ കയ്യടി നേടിയത്. കാരണം കൊടുത്ത വാക്ക് കാപ്പാത്താൻ വേണ്ടി. கங்குவா படத்த பார்த்துக்கிட்டீங்கன்னா, சூர்யா வந்து குடுத்த வாக்க காப்பாத்துறது தான் அந்த படத்தோட கதையே. ஆனா, கங்குவாவ மிஞ்சுற வாக்க காப்பாத்துற அந்த தன்மை வந்து நம்ம ஜாக்குலின் கிட்ட இருக்கு அப்படின்றது அந்த എപ്പിസോഡ് പ്രൂവ് പണിച്ച്. ജാക്വലിൻ ആളുകളുടെ മനസ്സിലും ഒരുപക്ഷെ ഒരു കുറച്ചുകൂടെ ഉയർന്ന ഒരു സ്ഥാനം നേടിയിട്ടുണ്ടാവാം. അത്രയും നേരം ഫൈറ്റ് ചെയ്തു. മഞ്ജരി തന്നെ വന്ന് പറഞ്ഞു, എൻ്റെ ഇത് കൊണ്ട് വെച്ചോ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. എന്നാലും നിനക്ക് ഞാൻ വാക്ക് തന്നു, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും, നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നിന്നത് അപ്രീഷിയേറ്റബിൾ. ബട്ട് അതേ ജാക്വലിൻ ഇന്നത്തെ എന്താ പറയുക കിച്ചണിൽ നടന്ന പ്രശ്നത്തിൽ മഞ്ജരിക്ക് വേണ്ടിയിട്ട് നിന്നില്ല എന്നുള്ളതും ഉണ്ട്. ബട്ട് മഞ്ജരിക്ക് വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല. അന്നേരം വാക്ക് കൊടുത്തു. ആ വാക്ക് കാപ്പാത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ വാക്ക് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പോയി ഫൈറ്റ് ചെയ്തു. ആൻഡ് അതവിടെ തീർന്നു. അതിന് പുറമെ മഞ്ജരിയോട് പ്രത്യേക ഒരു വാത്സല്യമോ ലോയൽറ്റിയോ ഒന്നും ജാക്വലിനില്ല ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാക്വലിൻ മഞ്ജലിക്ക് വേണ്ടി നിന്നില്ല. മഞ്ജരിയുടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും പെട്ടെന്ന് ട്രിഗർ ആവുന്നു. അതായത് പല പ്രശ്നങ്ങളും മഞ്ജരി തന്നെ ചെറിയ രീതിയിൽ പോകേണ്ടവ മഞ്ജരി തന്നെ ട്രിഗറായി കൂടുതൽ കോംപ്ലിക്കേറ്റഡായി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനായി മാറി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെയും ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും മഞ്ജരി ഇതിൻ്റെ അകത്ത് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു ആംഗിൾ നമുക്ക് തോന്നാം. ബട്ട് മഞ്ജരിയുടെ സൈഡിലും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഡോൾ ടാസ്കിൽ വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ടിൽ ദർശികയാണ് ഇതായത്. ബട്ട് ആ റൗണ്ട് ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തു. കാരണം എന്തായിരുന്നു കാരണം? ദർശികയുടെ ബൊമ്മ ആരും എടുക്കാതെ വിട്ടോ, എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ് കാരണം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ആദ്യത്തെ റൗണ്ട് പറ്റത്തില്ല എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു. അപ്പം അതുകൊണ്ട് വീണ്ടും ഒരവസരം ദർശികയ്ക്ക് കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ ഇതിൽ അവർ ഗ്യാങ്ങായിട്ട് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് അതിൽ വിശാലിൻ്റെ ഗ്യാങ്ങിലാണ് ദർശിക ഉണ്ടായിരുന്നത്. ബട്ട് വിശാല് ദർശികയുടെ ഇത് കൊണ്ടുവെക്കുന്നതിന് വരെ ആദ്യം പോയി ജാക്വലിനെ ഔട്ടാക്കാൻ നോക്കി. ജാക്വലിനെ പാവ പിടിച്ച് കിടന്ന് അതിൻ്റെ മണ്ടയിലോട്ട് ഇവന്മാരെല്ലാം കൂടെ വന്ന് സത്യം മറ്റുള്ളവരൊക്കെ വന്ന് കുറച്ച് പേര് പിടിച്ചു മാറ്റാൻ നോക്കുന്നു, കുറച്ച് പേര് അവൻ്റെ മണ്ടയിലോട്ട് കിടക്കുന്നു. ജാക്വലിനെ അതെടുക്കാൻ നോക്കിയിട്ട് ഇവർ ഈ ഷർട്ടിൻ്റെ അകത്ത് കയറ്റി വെക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞാലും അത് എന്താ പറയുന്നത്, എല്ലാവർക്കും ഇപ്പം പെണ്ണുങ്ങളെ ഷർട്ടിൻ്റെ അകത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അതൊരു മാതിരി ഒരു എന്താ പറയുന്നത്, അത്ര നല്ലൊരു പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. റയനും വിശാലും ഒക്കെ അത് കാണിക്കുന്നത് ഞാൻ കണ്ടു. ഈവൻ സാച്ചനെ അത് ട്രൈ ചെയ്തു, അൻഷിത ട്രൈ ചെയ്തു. സാച്ചന അൻഷിതയുടെ ഉടുപ്പ് പൊക്കാൻ നോക്കി. അപ്പം അതൊക്കെ എന്താ പറയുന്നത്, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ മണ്ടയിലോട്ട് കയറി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പിന്നെ ഉണ്ട്, പിടിച്ചു മാറ്റാൻ നോക്കുക, എന്തെങ്കിലും ചെയ്യാമല്ലോ, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഇത് ഐ ഡോണ്ട് നോ. ആൻഡ് അൻഷിതയും ജാക്വലിനും അങ്ങനെ നിന്നുകൊണ്ടാണ് ഫസ്റ്റ് ദിവസം അത്രയും ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു വേൾഡ് കപ്പ് ഫിനാലെയൊക്കെ കാണുന്ന പോലത്തെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് വളരെയധികം എൻജോയ് ചെയ്തായിരുന്നു. ഈവൻ ദോ അൻഷിതയുടെ ഇതിലിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അൻഷിത സാച്ചനെ പറ്റി പറഞ്ഞിരുന്നത്, സാച്ചനയ്ക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ദേഷ്യം അവൾ കീപ്പ് ചെയ്യും, അത് മനസ്സിൽ വെക്കും, അത് വെച്ചിട്ട് പിന്നീട് പെരുമാറും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അൻഷിതയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണെന്നാണ് എനിക്കും തോന്നിയത്. കാരണം അൻഷിത ആരോടെങ്കിലും പിണങ്ങിയാൽ അത് പിണങ്ങിയതാണ്. ജാക്വലിൻ ഈ ഒരു ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞ് അൻഷിതയുടെ അടുത്ത് പോയി എന്താ പറയുന്നത്, ഹഗ് ചെയ്യാനോ ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ പോയപ്പോഴത്തേക്കും അന്നേരം ഇഗ്നോർ ചെയ്തു പോയി. എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ പോയി. പിന്നീട് വന്ന ഇതിൻ്റെ അകത്തൊക്കെ എന്താണ് അൻഷിത ജാക്വലിനെ പറ്റിയിട്ട്
വേഴ്സ് പെർഫോമർ കൊടുക്കാൻ അങ്ങനെയുള്ള ഇതിലൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. സോ ആ ഒരു പക മനസ്സിൽ സൂക്ഷിച്ചു എന്നുള്ള രീതിയിൽ ഒരാളോട് പിണങ്ങിയാൽ പിണങ്ങിയതാണ് എന്നുള്ള ഒരു പരിപാടി. അത് സാച്ചനേനെ പറ്റിയാണ് പറഞ്ഞത്. ബട്ട് അത് അൻഷിതയ്ക്ക് സ്വയം ബാധകമാണ് എന്നുള്ളതാണ്. അപ്പം ആ അർത്ഥത്തിൽ നോക്കിയാലും ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ എന്താ പറയുന്നത്, സ്നേഹിക്കുകയാണെങ്കിൽ വാരിക്കോരി സ്നേഹിക്കും, പക്ഷെ ഇടഞ്ഞാൽ ഇടഞ്ഞതാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു നേച്ചറാണ്. അപ്പം നമ്മൾ ഈ മഞ്ചരിയുടെ ബൊമ്മ പോകാതിരുന്നതിന് വന്മം എന്നൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ നേച്ചർ. ആ ഒരു രീതിയിൽ എന്താണെങ്കിലും ബട്ട് വീക്കെൻഡിൽ വന്നിട്ട് അതെല്ലാം സോൾവ് ആയി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്കറിഞ്ഞുകൂടാ. ആൻഡ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ദർശികയുടെ ഇത് എടുക്കുന്നതിന് പകരം ജാക്വലിൻ്റെ കളയാനായിട്ട് നോക്കുന്നു. ദർശികയുടെ ഒരു മനുഷ്യനെ എടുക്കാതെ അവിടെ ഇരുന്ന് ലാസ്റ്റ് ദർശിക വീണ്ടും ഔട്ടാകുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഒന്ന് ഔട്ടായി, പിന്നെ സേവ് ആയതാണ് ബിഗ് ബോസ് കാരണം. ബട്ട് അന്നേരം ബിഗ് ബോസ് അത് ആ റൗണ്ട് റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് എന്തോന്നറിയില്ലേ, അതിൻ്റെ റീസൺ ഞാൻ മറന്നുപോയി. എന്തുകൊണ്ടാണത് അത് ബിഗ് ബോസ് പറ്റത്തില്ല എന്ന് പറഞ്ഞെന്നുള്ളത്. ഒരാൾ 2 ബൊമ്മ എടുത്തോണ്ടാണോ അങ്ങനെ എന്തോ സംഭവിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ എനിവേസ് അപ്പം ഇത്തവണ വിശാൽ ദർശികയുടെ കാര്യം മറന്നു. അവൻ്റെ ഷർട്ടൊക്കെ കീറി ഇത് പാടൊക്കെ വന്നു. റായൻ്റെയും കവളത്തൊക്കെ ഏതാണ്ടൊക്കെ പാടും ഇതൊക്കെ വന്നു. ആരണ്ട സത്യയുടെ കയ്യിലുള്ള കാപ്പാണെന്ന് തോന്നുന്നു. മുഖത്തൊരഞ്ഞ് ഏതാണ്ടൊക്കെ പാടൊക്കെ വന്ന് അങ്ങനെയൊക്കെ. ഈ ഡോൾ ടാസ്കിൽ അതിമനോഹരമായിട്ട് കളിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ട്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അദ്ദേഹം എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. അത് നമ്മുടെ പവിത്ര ജിയാണ്. நானும் அப்படியே பார்த்துட்டே இருந்தேன். என்னென்னா, பவித்ரா யாரோட பொம்மையெல்லாம் எடுக்கிறாங்களோ, அவங்க எல்லாம் வந்து அவுட் ஆகுறாங்க. அப்படின்ற ஒரு விஷயத்த நான் கவனிச்சேன். ஒரு 5 வாட்டி அது நடந்திருக்குன்னு நான் நெனைக்கிறேன். ஒவ்வொரு வாட்டியும் உள்ள போக முடியாது அந்த மாரி. ஒண்ணு ஒண்ணு உள்ள போக முடியாது அப்படின்ற மாரி இருக்கும். இல்லன்னா உள்ள போனதுக்கப்புறமா ரொம்ப ஸ்லோவா வைக்க போறது. இல்லைன்னா தன்னோட பொம்மையை ஹோல்ட் பண்ணுறவங்கள புஷ் பண்ணி அவங்கள வச்சுட்டு அப்புறமா அப்படியே நின்று ஐயோ என்னால் முடியலை, நான் ரொம்ப ட்ரை பண்ணேன், அந்த மாதிரி யாருக்குமே தெரியாமல் ஒரு ஸ்ட்ராட்டஜி அவங்க போட்டாங்க. ஆனால் அவங்க எக்ஸ்போஸ் ஆனது எப்போன்னா, மஞ்சரியும் இவங்களும் ஒரு டீல் வச்சுருந்தோம். என்னென்னா, உள்ளே வந்து 2 ஸ்லோட்டை வந்து பவித்ரா உள்ளே போனால் பிளாக் பண்ணணும். ஒன்று அவங்களோட பொம்மைக்காக, அது வந்து மஞ்சரி கிட்டே இருக்குது. மஞ்சரியோட பொம்மை இவங்க கிட்டே இருக்குது. அப்போது 2 ஸ்லாட்டை பிளாக் பண்ணி ஒன்று அவங்களோட பொம்மையை வச்சுக்கணும், மற்றது மஞ்சரி வரும்போது இவங்களோட பொம்மை வச்சுக்குவாங்க, இல்லைன்னா ஆப்போசிட் அந்த மாதிரி. ஆனால் அந்த டீல்லையுமே இவங்க என்ன பண்ணாங்கன்னா, ஒரே ஒரு ஸ்லாட்டை கவர் பண்ணிவிட்டு இவங்களோட பொம்மையை ஹோல்ட் பண்ணிவிட்டு நின்னாங்க பவித்ரா. ஏன்னா இவங்க கிட்ட மஞ்சரியோட பொம்மை இருக்குது. மஞ்சரி உள்ளே வந்ததுக்கப்புறம் மஞ்சரி கிட்ட அந்த பொம்மையை வச்சிருன்னு சொல்லி மஞ்சரியை கிளவராக அவுட் பண்ணாங்க. അത് വന്ന് ജാക്വലിൻ இப்படி ഫൈറ്റ് பண்ணி മഞ്ജരിയെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കൊണ്ടുവന്നല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇങ്ങനെ ഒരു ഇത് വന്ന് സംഭവിച്ച് ഔട്ടാകുന്നൊരു സാഹചര്യം. അപ്പം അത് മഞ്ജരിയുടെ കയ്യിൽ സാച്ചനയുടെ ബൊമ്മയായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്. സാച്ചനേനെ കൊണ്ട് പുള്ളിക്കാരിയുടെ ബൊമ്മ വെപ്പിച്ചിട്ട് മഞ്ജരിയുടെ കയ്യിലിരുന്ന് പവിത്രയുടെ ബൊമ്മ വെച്ച് സാച്ചനയുടെ ബൊമ്മയെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു പവിത്ര. അങ്ങനെ എന്തോ സിറ്റുവേഷനാണ്. അങ്ങനെ മഞ്ജരി അങ്ങനെ ആ റൗണ്ടിൽ ഇതാക്കി. ആനന്ദിയുടെ ബൊമ്മ ആദ്യം ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടി പുള്ളിക്കാരിക്ക്. പക്ഷെ അതവിടെ ഇട്ടിട്ട് വേറെ ബൊമ്മ എടുക്കാൻ പോയി. പിന്നെ അവർ അങ്ങനെ കുറച്ച് നേരം തപ്പിത്തടഞ്ഞ് നിന്ന് അവർ പിന്നെ വേറെ ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ആനന്ദിയുടെ ബൊമ്മ എടുത്തുകൊണ്ട് പോയത്. പിന്നെ രഞ്ജിത്ത്, അൻഷിത, പവിത്ര എന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അൻഷിതേനെ കൊണ്ടും രഞ്ജിത്തിനെ കൊണ്ടും ഒക്കെ വെപ്പിച്ചിട്ട് പവിത്ര വെക്കാതെ അൻഷിതേനെ ഔട്ടാക്കി. അങ്ങനെ പല ഗ്യാങ്ങുകൾ അതിൻ്റെ അകത്തുണ്ടെങ്കിലും ഓരോ ഗ്യാങ്ങിലും പോയി അവർക്ക് വേണ്ടി കളിച്ച് അവരുടെ പ്ലെയേഴ്സിനെ ഔട്ടാക്കി നല്ല മികച്ച ഒരു ഗെയിം പവിത്ര കളിച്ചായിരുന്നു. ഞാനത് കണ്ടപ്പോഴേ ഓർത്തു,
ഇത് കൊള്ളാമല്ലോ പരിപാടി. ആദ്യം ഞാൻ ഓർത്തു ഇവളെന്താ മാൻഡ്രേക്കോ, ഇവളെടുക്കുന്ന എല്ലാം പോകുന്നു. അപ്പോൾ പിന്നെ എനിക്കൊരു ഡൗട്ട് വന്നു, ഇനി മനഃപൂർവ്വം അകത്ത് കൊണ്ട്, കാര്യം നമ്മുടെ ബൊമ്മ നമുക്ക് എടുക്കാൻ പറ്റില്ല, വല്ലവൻ്റെയും ബൊമ്മയാണ് എടുക്കുന്നത്. അപ്പം അതകത്ത് പോകാതെ തടഞ്ഞാൽ, അതിനെന്തെങ്കിലും ഒരു ഇങ്ങനെ ഓവറായിട്ട് അങ്ങോട്ട് ഞാൻ കൊണ്ടേ വെക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും. എന്നാൽ കളിക്കുന്ന പോലെ കളിച്ചിട്ട് മര്യാദയ്ക്ക് കളിക്കാതെ വെക്കാതിരുന്നാൽ അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല. അപ്പം അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അത്. വിജയ് സേതുപതി ചോദിച്ചപ്പോൾ ആണെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. കാര്യം ഞാനൊരു കളിയാക്കപ്പെടുവോ, പിന്നെയുള്ള എൻ്റെ മേലെ ആരും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. കാര്യം പവിത്രയ്ക്ക് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് ട്രസ്റ്റ് വേർത്തിയാണെന്നുള്ള രീതിയിലൊരിത് കൊടുത്തതാണ്. അത് കഴിഞ്ഞ ആഴ്ചയാണോ പറഞ്ഞിരുന്നത്? അത് ഈ ആഴ്ചത്തെ ഇതിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് എനിക്ക്. അതായത് ഓരോ തവണയും പുറത്തുള്ള ആൾക്കാർക്ക് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ കൊടുത്തിരുന്നതാണ് ബോയ്സ് ഗേൾസിൻ്റെ ട്രസ്റ്റ് വേർത്തി നോട്ട് ട്രസ്റ്റ് വേർത്തി എന്നുള്ള അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യാൻ. അപ്പം முதலாவது இடம் வந்து அன்ஷிதா கிடச்சிது. அப்புறமா வந்து பவித்ரா, தேர்டு வந்து சாச்சனா, ஃபோர்த்து வந்து ஆனந்தின்னு நினைக்கிறேன். அப்புறமா இல்லை அன்ஷிதா ஃபஸ்ட்டு, பவித்ரா செகண்டு, தர்ஷிகா தேர்டு, சாச்சனா ஃபோர்த்து, ஆனந்தி ஃபிஃப்த்து, ஜாக்குலின் சிக்ஸ்த்து, சௌந்தர்யா செவன்த்து, மஞ்சரி வந்து லாஸ்ட் எயித்து. ஸோ அது ஏன் அன்ஷிதாக்கு கொடுத்தாங்கன்னா, ஏன்னா அவங்க அந்த பாய்ஸ் சைடில் இருந்தபோது பாய்ஸோட ட்ரஸ்ட்டையும் அவங்க கேரையும் அவங்க ஏர்ன் பண்ணாங்க. ஸோ ஆப்வியஸ்லி அவங்க போனாங்க. பவித்ரா வந்து செகண்ட் ட்ரஸ்ட் வர்த்தியான மெம்பராக இருந்தாங்க. ஸோ அப்படிப்பட்ட நானே இந்த டாஸ்கில் இப்படி எல்லாரையும் ஏமாற்றி ஒரு ஒரு கன்னிங்கான கேமை விளையாடினதுனால ஒரு என்ன சொல்கிறது, கொஞ்சம் ஜாக்கிரதையாக வச்சுக்கணும், ட்ரஸ்ட் வர்த்தி இல்லாமல் போயிடுமோ அப்படின்ற நினைப்பினால விஜய் சேதுபதி அவ்வளோ கேட்குறாரு. அவ்வளோ கேட்கும்போதும் இல்லை சார், நான் அது தெரியாமல் பண்ணேன் சார், நான் தெரிஞ்சே பண்ணேன், ஒத்துக்குவேன் சார், அந்த மாதிரியெல்லாம் ரொம்ப நீட்டாக நடிச்சிட்டு இருந்தாங்க. ஒரு வாட்டி பண்ணேன்னா ஓகே, தெரியாமல் ஏதோ பண்ணிச்சு, ஓகே கன்ஃப்யூஸ் ஆகிட்டேன்னு நினைக்கலாம். ஒவ்வொரு வாட்டியும் 5 தடவைன்னு சொல்லும்போது 5 அதுக்கு மேலே இருக்குமான்னு தெரியாது. 5 தடவைன்னு நானும் பார்த்தேன். 5 6 தடவை ஏதோ இருந்துச்சுன்னு நினைக்கிறேன். அது நானும் பார்த்தேன். ஸோ ஒரு வாட்டி நடந்தால் ஓகே, ஆனால் 6 வாட்டியாவது நடக்கணும்னா, 5 வாட்டியாவது நடக்கணும்னா அது வந்து கோஇன்சிடென்ஸ் கிடையாது. நீ உண்மையாலுமே ஒரு கேமை ப்ளே பண்ணியிருக்க. அது ஆமாம் நான் பண்ணேன், அது என்னோடய ஸ்ட்ராட்டஜின்னு சொன்னால், நல்ல ஸ்ட்ராட்டஜி விளையாடி மற்றவங்களுக்கு தெரியாமல் நல்லா பெர்ஃபார்ம் பண்ணாங்கன்னு அவரே பாராட்டுற போகிறாரு. அது அவர் அப்படி சொல்கிறாரு. என்ன, நான் உங்களை ஏதோ எக்ஸ்போஸ் பண்ணணும் இல்லை என்ன சொல்கிறது அப்படின்னு சொல்லலை. நான் அந்த மீனிங் சொல்கிறேன். உங்களை வந்து கார்னர் பண்ணணும் அந்த மாதிரி இல்லை. இது வந்து உங்களுக்கு பாசிட்டிவாக தான் நான் சொல்லிட்டு இருக்கேன்னு அவர் சொன்ன பிறகும் இப்படி மழுப்புனது வந்து பவித்ரா அதுக்கப்புறமா எபிசோட் முடிஞ்சதுக்கப்புறமா அப்படியே சமாளிச்சுட்டு இருந்தாங்க. நல்லா சமாளிக்கிறாங்க. ஆனால் உண்மையாலுமே ஒஸ்கார் அவார்ட் கொடுக்குடா ட்ரம்ப்பு அப்படின்னு சொல்கிற மாதிரி நல்லா இருந்துச்சு. அப்போது வந்து தீபக்கோட இதில் சாஜன் வந்து சௌந்தர்யா, ஸ்டோர் ரூம் ரஞ்சித், கிச்சன் வந்து அருண், பாத்ரூம் இன்சார்ஜ் ஜெஃப்ரி, குக்கிங் டீம் அதுவா நலபாகு அது வந்து தர்ஷிகா, ஜாக்குலின், அருண், சத்யா, சௌந்தர்யா, அப்புறமா ரஞ்சித். வெசல் வாஷிங் வந்து பரிசுத்தமான அப்பாவிங்க அப்படின்னு இது சொன்னாங்க. விஷால், சிவா, ஆனந்தி, ராணவ், மஞ்சரி. ஹவுஸ் கிளீனிங் வந்து ரயான், முத்துக்குமரன், அன்ஷிதா, பவித்ரா. இதில் அன்ஷிதா வந்து ஜெஃப்ரிக்கும் ஹெல்ப் பண்ணுறதா சொன்னாங்க. ஸோ ஜெஃப்ரின்னு எந்த அடிப்படையில் செலக்ட் பண்ணாங்கன்னா, அவங்க கொடுத்த அந்த பாத்ரூம் இன்சார்ஜ் அதை வந்து சிறப்பாக செஞ்சால், டாஸ்க்லேயும் நல்லா விளையாடினா அந்த மாதிரி. வேர்ஸ்ட் பெர்ஃபார்மராக வந்து மஞ்சரி மற்றும் ராணவ் இருந்தாங்க. அவங்களுக்கு கொடுத்த பனிஷ்மெண்ட் என்னென்னா, பொம்மை மாதிரி மற்றவங்களோட பொம்மையாக இருக்கணும், அவங்க என்ன சொன்னாலும் அதை பண்ணிகிட்டு இருக்கணும், அந்த மாதிரி ஒரு இது கொடுத்தாங்க. ஸோ அப்படி நேராக நம்ம ஃபுட்டு அந்த மேட்டருக்கு போவோம். അത് வந்து എന്താ പറയുന്നത്, ഒരു അതായത് ഈ കിച്ചൺ ഇൻചാർജിൽ വരുന്നതാണ് അരുണാണ് കിച്ചൺ ഇൻചാർജ്.
അപ്പോൾ അരുണിൻ്റെ ടീമിൽ വരുന്നതാണ് തർഷിക, ജാക്കുലിൻ, അരുൺ, സത്യ, സൗന്ദര്യ, രഞ്ജിത്ത് ഇവരൊക്കെ വരുന്നുണ്ട്. ഇത്രയും പേരുണ്ട്. ബട്ട് ജാക്കുലിനാണ് അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം തർഷിക പോയിട്ട് കംപ്ലൈൻറ്റ് പോലെ പറയുന്നുണ്ടായിരുന്നു, ആദ്യത്തെ ദിവസം ഞാനാണ് ഒറ്റയ്ക്കാണ് നിൽക്കേണ്ട വന്നത്, ഇവർക്ക് ടാസ്ക്കും അതിൻ്റെ ഇടയിലുള്ളതുകൊണ്ട്, ഈ ഡോൾ ടാസ്ക് മറ്റവർ കളിക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണ് ഒരു ദിവസം മുഴുവൻ നിന്നത്, അതുകൊണ്ട് ഇനി പറ്റില്ല, വേറെ ആരെങ്കിലും നിൽക്കട്ടെ എന്ന് തർഷിക പറഞ്ഞു. അത് ആനന്ദി വീക്കെൻഡിൽ പറയുകയും ചെയ്തു. അപ്പം തർഷിക അതിനെ കണ്ട് ഇല്ല സാർ ഞങ്ങൾ വന്ന് ரொம்ப ലவ்വിങ്ങാ പണ്ണോം എന്നൊക്കെ പറഞ്ഞു. ലவ்വിങ്ങാ പണ്ണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് പറയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ തർഷിക അത് പറഞ്ഞ കാര്യം തന്നെയാണ്. ആനന്ദി പല കാര്യങ്ങളിലും എന്താ പറയുന്ന ഒരു ചില പരിപാടികളൊക്കെ ഒപ്പിക്കുമെങ്കിൽ ഈ ഒരാഴ്ച മൊത്തം ഈ വിശാൽ, തർഷിക, അൻഷിത തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാണ് ഈ ആനന്ദിക്കും പവിത്രയ്ക്കും, പവിത്ര പിന്നെ പോട്ടെ ദർശികയുടെ ഫ്രണ്ട് എന്നുള്ള രീതി, ആനന്ദി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഈ ആഴ്ച നോമിനേഷൻസിലുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ സാധാരണ എപ്പിസോഡ് ഇടുന്നതിനേക്കാളും കുറച്ച് നേരത്തെയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനിന്ന് എന്താ പറയുന്നത്, എനിക്ക് ഓഫ് ആയതുകൊണ്ട് എനിക്ക് ഇരുന്ന് ചെയ്യാൻ സമയമുണ്ട്. അതുകൊണ്ട് എപ്പിസോഡ് ഇന്ന് നേരത്തെ വരുന്നത് കൊണ്ട് തന്നെ ആരൊക്കെയാണ് നോമിനേറ്റഡ് ആവാൻ പോകുന്നതെന്ന് അറിയില്ല. സാധാരണഗതിയിൽ നമ്മൾ തിങ്കളാഴ്ച സമയത്താണ്, തിങ്കളാഴ്ച രാവിലെ ഒരു ഉച്ചയോടടുത്താണ് ഞാൻ എപ്പിസോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ചൊവ്വാഴ്ചയായിട്ട് വരാം ചില ദിവസം, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരാറുണ്ട് എപ്പിസോഡുകൾ. അപ്പോൾ ആ സമയത്തേക്ക് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലൂടെ ഒന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ അന്നേരം നോമിനേഷൻ ലിസ്റ്റിലുള്ള ആരൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടൊക്കെ പറയായിരുന്നു. അപ്പം ഇത്തവണ ഇന്നിപ്പോൾ എനിക്കും അറിയില്ല ആരാണ് നോമിനേഷനിൽ വരാൻ പോകുന്നതെന്ന്. അത് ജെഫ്രി അറിഞ്ഞൂടാ. മിക്കവാറും മഞ്ചരി എന്തായാലും ഉറപ്പായിട്ടും വരുമെന്നുള്ളത് അറിയാം. മുത്തുക്കുമരൻ വരാൻ സാധ്യതയുണ്ട്. അരുൺ വോട്ട് ചെയ്യുമായിരിക്കും. അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് തീർത്തു എന്ന് പറഞ്ഞാലും. പിന്നെ ആരായിരിക്കും? സാച്ചന വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കുക്കിങ്ങിൻ്റെ ബിരിയാണി വെച്ചുണ്ടാക്കിയതിൻ്റെ ബേസിസിൽ അവരിലുള്ള ടീമിലുള്ള ആളുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിശാലോ ദർശിക്കയോ അൻഷിതയോ അങ്ങനെ ആരെങ്കിലും. ജാക്ലിൻ എന്തായാലും വരും, നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ ആയിരിക്കും, നമുക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഞാൻ വോട്ടിടാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സേവ് ചെയ്യാനുള്ളതല്ല, എവിക്റ്റ് ആക്കുന്ന ആരെയാണെന്നുള്ള രീതി. കാര്യം നിങ്ങൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ രഞ്ജിത്തിനെയൊക്കെ സേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ സാച്ചനേനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. കാര്യം സാച്ചന നമുക്ക് ഇറിറ്റേറ്റിംഗ് ആണെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സാച്ചന അവിടെ വേണം എന്നുള്ള രീതി. രഞ്ജിത്തൊക്കെ അങ്ങനെ പോലും ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങേരെയൊക്കെ സേവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പം എനിക്കറിയില്ല, നിങ്ങളിനി കൺഫ്യൂസ്ഡ് ആയതാണോ അതോ നിങ്ങൾക്ക് ശരിക്കും രഞ്ജിത്തിനെ ഇഷ്ടപ്പെട്ട് സേവ് ചെയ്യണമെന്ന് പറഞ്ഞതാണോ? ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇനി തുടർന്ന് വരുന്ന വാരങ്ങളിൽ എന്തെങ്കിലും പെർഫോം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിക്കവാറും ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ പറഞ്ഞു വിടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അരുണിനെ പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അർച്ചന വരും, രഞ്ജിത്തിനെ പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിയാരാമൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് മേ ബി വിടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ ആഴ്ചത്തെ പോൾ ഇടുമ്പോഴത്തേക്ക് ആരെയാണ് എവിക്റ്റ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ ഇടാം. അപ്പോൾ ഈ കിച്ചൺ ഇൻചാർജൊക്കെ ആയിട്ട് വെക്കുന്നു. ഡോൾ ടാസ്കിൽ ജയിക്കുന്നത് ജെഫ്രിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കയ്യാങ്കളിയൊക്കെ നടന്നായിരുന്നു. അതായത് റയൻ ഗെയിം എന്ന് വരുമ്പോഴത്തേക്ക്, ടാസ്ക് എന്ന് വരുമ്പോൾ നല്ല രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്ത് അവരുടെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവർ കളിച്ചെങ്കിലും സൗന്ദര്യ ഔട്ടായിപ്പോയി. കാര്യം സൗന്ദര്യയുടെ ഇത് അകത്തുകൊണ്ട് സൗന്ദര്യ എന്തോ തുടക്കത്തിൽ രണ്ടാമത്തെ റൗണ്ടോ അങ്ങനെ എന്തോ ഇതായപ്പോഴത്തേക്കും സൗന്ദര്യ പോയി. പിന്നെ ജാക്കുലിന് അടുത്തൊരു 2 റൗണ്ടും കൂടെ ഏതാണ്ട് നിന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജാക്കുലിനും പുറത്തായി. ഗോവ ഗ്യാങ്ങിൽ ഇവർ രണ്ടുപേരും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. റാണവ് ഔട്ടായത് വളരെ കോമഡി ആയിരുന്നു. കാര്യം പവിത്ര ആണ് റാണവിനെ ഔട്ടാക്കാൻ കാരണം. അപ്പോൾ നോക്കിയാൽ റാണവ്, അൻഷിത, സാച്ചന, ആനന്ദി, പിന്നെ ആരെയാണ്, രഞ്ജിത്തും പുള്ളിക്കാരി കാരണമാണ് പോയെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഒരാളും കൂടെ ആരാണ്ടും കൂടെ ഉണ്ട്. ഇത്രയും പേരെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് തന്നെ ഔട്ടാക്കി എന്നുള്ളതാണ്.
അവർ മൊത്തത്തിൽ ടീമായിട്ട് നോക്കിയിട്ട് ഔട്ടാക്കാൻ പറ്റാതെ പവിത്ര ഒറ്റയ്ക്ക് സാധിച്ചെടുത്തു. അതാണ് പവിത്ര. അപ്പം എന്താ പറയുന്നത്, ഈ ജെഫ്രിയും റാണവിൻ്റേത് പവിത്രയുടെ കിട്ടി, പവിത്രയുടെ റാണവിൻ്റേൽ കിട്ടി. അപ്പം വരൂ പവിത്ര നമുക്ക് ഓടിക്കൊണ്ട് വെക്കാമെന്നും പറഞ്ഞിട്ട് അവൻ പവിത്രയുടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരി അവൻ്റെ വെക്കാതിരുന്ന് എന്തോ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ റാണവ് ഔട്ടായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. എന്താണെങ്കിലും അതെ, പവിത്രയ്ക്ക് റാണവിൻ്റെ കിട്ടിയെങ്കിലും ഇത് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി ഇടുവോ, ഏതാണ്ട് ഇത് വേറെ ആരാണ്ട് എടുത്തോണ്ട് ഓടി കൊണ്ട് വെക്കുക ഏതാണ്ട് ചെയ്തു. അങ്ങനെ റാണവ് ശശിയായി മാറിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഗെയിം കളിച്ചിട്ടും പവിത്രയ്ക്ക് ഫൈനലിലോട്ട് എത്താൻ പറ്റിയില്ല. ഫൈനലിൽ ഉണ്ടായിരുന്നത് അരുൺ, ശിവകുമാർ, ജെഫ്രി, സാച്ചന എന്നിവരാണ്. അപ്പോൾ ജെഫ്രിയുടെ ഇതിൽ വന്നപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് തടയാം എന്നൊരു റൂള് ബിഗ് ബോസ് കൊണ്ടുവന്നു. ഔട്ടായവർക്ക് ഗെയിമിലോട്ട് വരാൻ അവർക്ക് ബ്ലോക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും മിക്കവരും അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ പോയി നിന്നൊരു ഹ്യൂമൻ മതിൽ തീർത്ത്, ഒരു ചൈനയുടെ വൻമതിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മതിൽ തീർത്ത് അവരെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ബോൾ പിറ്റിൻ്റെ ഉള്ളിനകത്തോട്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു റൂള് ബിഗ് ബോസ് പറഞ്ഞു. 1 അവർ എപ്പിസോഡിൽ ഒരു തവണ പറഞ്ഞത് ആദ്യത്തെ തവണ പറയാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ലൈവിൽ അത് പറഞ്ഞു എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇല്ല, പറഞ്ഞില്ല. ആദ്യം അത് സ്പെസിഫൈ ചെയ്തില്ല എന്ന് തോന്നുന്നു, പിന്നീട് പറഞ്ഞു തോന്നുന്നു. പക്ഷെ ബിഗ് ബോസ് ഏற்கனவே சொன்னമാതിരി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞു കാണുമായിരിക്കുന്നു. 1 അവർ എപ്പിസോഡിൽ എന്തോ അത് കട്ടായിരുന്നു തോന്നുന്നു. എനിക്കറിയൂടെ എന്താണ് സംഭവിച്ചതെന്ന്. എനിവേസ്, എന്താണേലും ഇത് തുടങ്ങിയപ്പോൾ തന്നെ മുത്തുക്കുമരൻ ഓടി വന്ന് ബോൾ പെറ്റിലോട്ടൊരു സമ്മർ സോൾട്ട് അടിച്ച് അവിടെ അങ്ങ് കിടന്നു. പുള്ളി അതിൻ്റെ അകത്തുനിന്ന് എടുക്കാനൊന്നും പോയില്ല, ചുമ്മാ ഒരു രസത്തിന് ഓടി വന്ന് ഡൈവ് ചെയ്ത പോലെ. റാണവ് ഓടി വന്ന് ജെഫ്രിയുടെ കയ്യിൽ റയൻ്റെ ഇതിരിക്കുകയാണ്. ഓടി വന്ന് ജെഫ്രീനെ പിടിച്ചു. റയൻ കൊണ്ടുപോയി ജെഫ്രിയുടേത് കൊണ്ടുപോയി അകത്തുകൊണ്ട് വെച്ചു. അപ്പം ഇവർ തമ്മിൽ ഇരിക്കുകയാണ്. അപ്പോൾ റാണവ് ജെഫ്രീനെ പുറകിൽ നിന്ന് ഇങ്ങനെ വട്ടം പിടിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജെഫ്രി പറയുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നു, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് ബൊമ്മയെ പിടിക്കാതെ, ബൊമ്മയെ തൊടാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബൊമ്മേനെ ചേർത്താണ് റാണവ് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ബൊമ്മയുടെ നിന്ന് കൈ ഇടുക, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ജെഫ്രിക്ക് ശ്വാസം മുട്ടുന്നു എന്നുള്ള രീതിയിലാണ് ജെഫ്രി അവിടെ പറഞ്ഞത്. ബട്ട് റാണവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫ്രിക്ക് കൈയൊക്കെ അങ്ങനെ അനക്കാൻ പറ്റുന്ന രീതിയിൽ ലൂസായിട്ടാണ് അവൻ പിടിച്ചിരുന്നത്. ടൈറ്റായിട്ട് പിടിച്ചു, പക്ഷെ അവന് ശ്വാസം മുട്ടുന്ന രീതിയിൽ ബെയർ ഹഗ് ചെയ്യുകയല്ല ചെയ്തത്. കുറച്ച് ലൂസായിട്ടാണ് അവന് കൈയൊക്കെ ഇങ്ങനെ അനക്കാം എന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തിരിയാവുന്ന രീതിയിൽ ഇത്തിരി ലൂസായിട്ടാണ് പുള്ളി പിടിച്ചത് എന്നുള്ള രീതി. അത് ശരിയാണ്. ആദ്യം മേ ബി ടൈറ്റ് ആയിരുന്നിരിക്കാം, ബട്ട് പിന്നീട് അവന് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ മേ ബി അവൻ കുറച്ച് ലൂസാക്കി എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരുപാട് കേസ് നടക്കുമ്പോണ്ടല്ലോ നമുക്കും ആകെപ്പാടെ കൺഫ്യൂഷനാണ് എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ജെഫ്രി അന്നേരം കൈമുട്ട് കൊണ്ട് പൊറോട്ടൊക്കെ ആക്കി റാണവിൻ്റെ മോന്തയ്ക്ക് ഇട്ട് മൂക്കിന് തന്നെ ഇടി കിട്ടിയെന്ന് തോന്നുന്നു. 2-3 പ്രാവശ്യം ഇടിച്ചു. അവൻ്റെ തല പുറകോട്ട് പോകുന്ന രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇടിച്ചു. ബട്ട് എന്നാലും റാണവ് അങ്ങനെ ഇടിച്ചു കഴിഞ്ഞിട്ടപ്പോഴാണ് പുള്ളി വിട്ടത്. അപ്പം റയൻ അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് ഇവർ രണ്ടുപേരും ബോൾ പിറ്റിൻ്റെ അകത്തോട്ട് തന്നെ പോയില്ലായിരുന്നു, ഇവർ പുറത്താണ് നിന്നുകൊണ്ടിരുന്നത്. റയൻ ഓടി വന്നിട്ട് റാണവിൻ്റെ കഴുത്തിന് വട്ടം പിടിച്ച് ഇവർ 3 പേരും കൂടെ മറിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് വീണ്. റാണവ് ജെഫ്രീനെ പിടിക്കുന്നു, റയൻ റാണവിൻ്റെ കഴുത്തിന് പിടിച്ച് പുറകോട്ട് ഇങ്ങനെ അമർത്തി വലിച്ചു. എന്നിട്ട് റയൻ വിജയ് സേതുപതി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇല്ല ഞാനല്ല. പുറത്ത് വന്നിട്ട് ഇവർ ടാസ്ക് കഴിഞ്ഞ് റയൻ ഇതിൻ്റെ കാര്യം ചോദിക്കാൻ വന്നപ്പോഴും പറഞ്ഞത് ബോൾ പിറ്റിലേക്ക് എന്തിനാണ് നീ കയറിയത്, ബോൾ പിറ്റിൽ കയറാൻ പാടില്ലെന്നുള്ള. അപ്പോൾ ആ റാണവ് പറയുന്നുണ്ട് ഞാനല്ല ബോൾ പിറ്റി കയറിയത്, നീയാണ് വലിച്ചിട്ടത് എന്ന് പറയുന്നുണ്ട്. നീ ബോൾ പിറ്റി വീണ് കഴിഞ്ഞിട്ടാണ് വന്നതെന്നുള്ള രീതിയിൽ റയാനും പറയുന്നുണ്ട്. അപ്പം അവിടെ അത് സത്യം പറഞ്ഞ് ഇതാ ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെ കുറുമ്പടം ഇട്ട് കാണിക്കാനുള്ള നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ജെഫ്രി കൈമുട്ട് കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഈ എപ്പിസോഡെല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് എന്താ, ചിലപ്പം കൈമുട്ട് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ അവൻ്റെ തോളത്ത് വല്ലതും കൊണ്ടതേ ഉണ്ടാവുള്ളൂ, ഞാൻ ഇടിച്ചില്ല എന്നാണ് വിജയ് സേതുപതി ചോദിച്ചപ്പോഴും പറഞ്ഞത്.
പക്ഷേ ഇടിച്ചു എന്നുള്ളതാണ് സത്യം. അവനത് കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞിട്ട് ജെഫ്രി റയാൻ്റെ ബൊമ്മ വെക്കാഞ്ഞതുകൊണ്ട് തന്നെ റയാൻ ഔട്ടായി. അപ്പം ജെഫ്രി പറഞ്ഞത്, നിനക്കെന്ത് ഇവന് ശരീരം മാത്രമേ ഉള്ളൂ, നിനക്കെന്താ തലയ്ക്കകത്തൊന്നും ഇല്ലേ? ഞാൻ കൈമുട്ടുകൊണ്ട് എൽബോ വെച്ച് ഞാൻ ഇടിക്കുമായിരുന്നെങ്കിലോ ഇവനെന്ത് ചെയ്തേനെ എന്നുള്ള രീതി. അതായത് ഇവൻ ഇടിക്കാഞ്ഞ പോലെ, അവൻ നല്ല ഇടി വെച്ച് കൊടുത്തിട്ടാണ് ഇവൻ ഈ ഡയലോഗ് അടിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ കുറുമ്പടമൊക്കെ ഇടുമായിരുന്നെങ്കിൽ. അപ്പം വീട്ടിലുള്ളവരും വിശ്വസിച്ചു പുള്ളി എൽബോ വെച്ച് ഇടിച്ചില്ല എന്നുള്ള കാര്യം. അരുൺ മാത്രമേ ഈ ഒരു ദൃശ്യം കണ്ടുള്ളൂ. അരുൺ ഒരു 10 അടി ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പം റയൻ ഇത് ചോദിക്കാൻ ചെന്നിട്ട് റാണവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് റയൻ നേരെ കയറി അവനെ തല്ലാൻ പോവുക. അവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ജെഫ്രീനെ അങ്ങനെ പിടിച്ചതിൻ്റെ പേരിലല്ല, അവൻ്റെ ബൊമ്മ അകത്ത് പോയില്ലല്ലോ. ഇത്രയും നേരം നന്നായിട്ട് കളിച്ചുകൊണ്ട് വന്ന് ഇപ്പം ഔട്ടായല്ലോ, ഇവൻ മനഃപൂർവ്വം മറ്റവനെ പിടിച്ചു വെച്ചുകൊണ്ട് ഔട്ടായതാണ് എന്നുള്ളത്. മറ്റുള്ളവരെല്ലാം ഡോറിൻ്റെ അവിടെ പോയി തടയാൻ നിന്നെങ്കിൽ ഇവൻ പോയി വട്ടം പിടിച്ചിട്ടാണ് ഇവൻ ഔട്ടായത്. അപ്പം അതിന് പോയിട്ട് റാണവനെ കയറി തല്ലാൻ പോവുകയും അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ നടന്നായിരുന്നു. അതിന് വാർണിങ്ങിൽ പറഞ്ഞു വിട്ടു. ബട്ട് മേ ബി യെല്ലോ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. റയൻ പോയിട്ട് മഞ്ചരീനെ റാണവ് ജെഫ്രീനെ പിടിച്ച പോലെ പുറകിന്ന് വട്ടം പിടിച്ചത് അത് ശരിയായ ഇതല്ല. കാര്യം അവൻ ഗെയിമിൽ നിന്ന് പുറത്തായവനാണ്. അവൻ പോയിട്ട് മഞ്ചരീനെ തടഞ്ഞു വെക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നുള്ളത് ഐ ഡോണ്ട് നോ. അത് മുത്തുക്കുമരൻ പോയി അവനെ പിടിച്ച് ലോക്ക് ചെയ്തുകൊണ്ടാണ് മഞ്ചരിക്ക് കൊണ്ട് അകത്തുകൊണ്ട് വെക്കാൻ പറ്റിയത്, മുത്തുക്കുമരൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ മഞ്ചരിക്ക് ആകപ്പാടെ ഒരു സപ്പോർട്ടായിട്ടുള്ളത് മുത്തുക്കുമരൻ തന്നെ. മറ്റേ എന്താ പറയുന്നത്, ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്ന് പറഞ്ഞപ്പം മഞ്ചരിക്കെതിരെ ഇഷ്യൂ ട്രിഗർ ചെയ്തെങ്കിലും ബട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് അവിടെ ഇവിടെ ഉണ്ട് അവർ, ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ. ബട്ട് അവരുടെ ഒരു ടീമപ്പ് ഇനിയിപ്പോൾ ഗ്യാങ് ആയിട്ട് തന്നെ കളിക്കുകയാണ്. ഇവരെല്ലാവരും ഓൾറെഡി ഗ്യാങ്ങുകളായിട്ടാണ്. ഇവിടെ ആരും ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്യാങ്ങുകളായിട്ട് തിരിഞ്ഞ സ്ഥിതിക്ക് മഞ്ചരിയും മുത്തുക്കുമരയും കോംബോ ഗംഭീര കോംബോ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ സാച്ചനയും കൂടെ വരുമ്പോഴാണ് ഒരുമാതിരി. മുത്തുക്കുമരൻ എന്താണ് ഈ സാച്ചനേനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അവൻ്റെ നാശത്തിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയുന്ന പോലെ. മേ ബി ഇനി ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആയതുകൊണ്ട് തന്നെ സാച്ചനയ്ക്ക് ഒരുപാട് ലീനിയൻസി കിട്ടുന്നുണ്ട്, സാച്ചനയ്ക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ മുത്തു സാച്ചനയായിട്ട് ഇങ്ങനെ ഒരു അണ്ണൻ തങ്കച്ചി പാസം മഴയും പൊഴിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത്. അത് പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ മുത്തു? നീ ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ആളല്ലേ. എന്താണിത്? ഈ ഒരു പോക്ക് മുത്തുക്കുമരൻ്റെ ശരിയല്ല. സാച്ചനയായിട്ടുള്ള ടീം ഇപ്പം അവന് തന്നെ ദോഷം വരാനുള്ളതാണ്. മഞ്ചരിയായിട്ടുള്ള ടീം ഇപ്പം ആണെങ്കിൽ ഓക്കെ, ബിക്കോസ് നല്ലതാണ്. കാര്യം മഞ്ചരിക്കും ഒരു സപ്പോർട്ട് ആവശ്യമാണ് അവിടെ. എല്ലാവരും കൂടെ ആ ഒരു ഫുഡിൻ്റെ ഇഷ്യൂവിൽ തന്നെ ഹോൾ ഹൗസ് പുള്ളിക്കാരിക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ്. അന്നേരം ഒരാളും സപ്പോർട്ട് ചെയ്തില്ല. ഈവൻ പിന്നീട് വന്നിട്ട് ആനന്ദിയും പവിത്രയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പം പവിത്രയും ആനന്ദിയും മുന്നോട്ട് വന്ന് ഇത് ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ കോർണർ ചെയ്യരുത് എന്ന് പറഞ്ഞു. പവിത്ര പറഞ്ഞു എന്ന് തോന്നുന്നു, ആനന്ദി പറഞ്ഞു എന്ന് ഞാൻ കണ്ടില്ല. അത് അന്നേരം പറയാതെ ഇപ്പം പിന്നീട് ഇരുന്ന് പറയുന്നത് എനിക്കറിയില്ല. ആനന്ദി പവിത്ര കോംബോയും നല്ല മികച്ച ഒരു കോംബോയാണ്. പക്ഷെ ഇവർ ഈ ആവശ്യമില്ലാതെ വിശാൽ, ദർശിക, അൻഷിത ഓൾറെഡി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വിശാലിൻ്റെ ഇടയിലൊന്നുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എന്തിനാണ് അങ്ങനെയല്ല അൻഷിത ഈ വിശാലിനോട് എന്തുകൊണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആനന്ദി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ஒன்றாவது அவங்களுக்கு வெளில பெரிய சப்போர்ட்டெல்லாம் எதுவும் கிடையாது. இருந்தும் அவங்க ஏன் இப்படி பண்ணுறாங்கன்னு ஆல்ரெடி எல்லா வாரமும் அவங்க என்ன சொல்கிறது, அந்த ஹாட் சீட் கடைசி ஆளாக தான் சேவ் ஆகுறாங்க. அப்போ நம்ம கேமை எப்படி விளையாடலாம் அப்படின்றத பார்க்குறதுக்கு பதிலாக விஷால், தர்ஷிகா ரிலேஷன்ஷிப்பு, அதில் அன்ஷிதாவோட ரோலு, இந்த மாதிரி தேவையில்லாத விஷயத்துலலாம் போய் ஏன் மூக்கு நுழைக்கிறாங்கன்னு தான் எனக்கு தெரியல. அப்போ அது
എന്തൊരു ക്രിഞ്ച് പരിപാടിയൊക്കെയാണ്, എനിക്കറിയില്ല അതൊക്കെ എന്താവും എന്നുള്ളത്. അപ്പം ഈ മെയിനായിട്ട് നടന്ന ഈ ബ്രെഡ് ടോസ്റ്റ് ഇഷ്യൂവിലേക്ക് വരാം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അതിനും 2 ദിവസം മുമ്പൊരു ഇത് നടന്നിരുന്നു. അതായത് അരുൺ മഞ്ജരിയുടെ പ്ലേറ്റിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ ബൗളിലായിട്ട് അളന്നിട്ടാണ് കൊടുക്കുന്നത്. മഞ്ജരി പറഞ്ഞു ഇനിയും കുറച്ച് മതി എന്ന് പറഞ്ഞപ്പം ഇവൻ ആ ബൗൾ മൊത്തത്തോടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഞാൻ അന്നേരം ആലോചിച്ചു, ഇതിനിപ്പോൾ ഇവർക്ക് ബൗളുകളില്ലേ ഒരാൾക്ക് വീതം കൊടുക്കാനായിട്ട്? ബൗളില്ലേ? ഗേൾസിൻ്റെ ഇതിലിരുന്നപ്പോൾ അൻഷിത ഓരോരുത്തർക്കും ഓരോ ബൗൾ വെച്ച് കൊടുക്കുന്ന പോലെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ബൗൾ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ബൗൾ അങ്ങ് കൊടുത്താൽ പോരെ. അവരതിൽ നിന്ന് എടുക്കുമോ, കുറച്ചെടുക്കുമോ, മാറ്റി. കാര്യം ഇപ്പോൾ ഒരാളുടെ പാത്രത്തിലേക്ക് ഒഴിച്ച ഒരു കറിയാണെങ്കിൽ, ഒന്നാമത് ആനന്ദി പറയുന്നത് അതിൻ്റെ ചൂട് പോകും. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു മൊത്തത്തോടെ ഒഴിച്ച് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും, അല്ല നമ്മൾ ഒരാളുടെ നിന്ന് ഷെയർ എടുത്ത് വാങ്ങിക്കുകയാണെങ്കിലും, അതന്നേരം അതിൻ്റെ ചൂട് പോകുമെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ ചോറിൻ്റെ അകത്തോട്ട് ഈ കറി മുഴുവൻ കൂടെ ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് മുഴുവൻ കഴിക്കാൻ പറ്റില്ല. എനിക്ക് സ്ഥിരം സംഭവിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം കൂടുതൽ കറി ഒഴിച്ച് വെക്കും. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് മടുത്തിട്ട്, പക്ഷെ അതവിടെ പുറത്ത് വെക്കാനും പറ്റില്ല, പെട്ടെന്ന് ഇങ്ങനെ അളിയുകയും ചെയ്യും. അപ്പം കറി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവനിങ്ങനെ മൊത്തം കൂടെ ഇതാ നിൻ്റെ ഷെയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി ജയിലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അവരിങ്ങനെ എടുത്ത് പാത്രത്തിലോട്ട് കമത്തി കൊടുക്കത്തില്ലേ, അതുപോലത്തെ ഒരു പരിപാടിയായിട്ട് തന്നെ എനിക്കും തോന്നിയത്. ഒരുമാതിരി ഹോസ്റ്റലിലൊക്കെ പോലെ ഉള്ള, ഇതാണ് നിൻ്റെ ഷെയർ, ഇത് നീ കഴിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങനെ കമത്തി കളയുകയും, അത് മഞ്ജരി അത് മുഴുവൻ കഴിക്കാൻ പറ്റാണ്ട് അത് പിന്നെ സാച്ചനയുടെ ഇതിലോട്ടോ ഏതാണ്ട് മാറ്റി കൊടുക്കുകയും ചെയ്തു. കൊണ്ട് കളഞ്ഞു എന്നുള്ള രീതിയിലൊരു നമുക്കൊരു തോന്നൽ വരും. പക്ഷെ കളഞ്ഞില്ല, പുള്ളിക്കാരി വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. സാച്ചനയ്ക്ക് ആർക്കാണ്ട് കൊടുത്തു അത്. അപ്പം അതൊരു വലിയ പ്രശ്നമാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷെ അതൊരു ഒരിടത്തത് നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമാണ്. കാര്യം പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഇത്രയും മതി എന്നൊരാൾ പറയുമ്പോഴത്തേക്കും പിന്നീട് വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് ഷെയർ കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നീട് എന്താ പറയുന്നത്, പലരും ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് മതി എന്ന് പറയുന്നു, പക്ഷെ പിന്നീട് വന്നിട്ട് എനിക്ക് എൻ്റെ ഷെയർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല, അത് ബാക്കിയുള്ളവർക്ക് കൊണ്ട് വീതിച്ചു കൊടുത്ത് ഷെയർ ഇല്ലാണ്ട് പോയാലോ എന്നുള്ളതുകൊണ്ടാണ് അരുൺ അതിൻ്റെ അകത്ത് ഇടുന്നതെന്നാണ് അരുൺ പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ അരുണിനൊരു വാലിഡ് റീസൺ ഉണ്ട്. ഇവർ ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയർ ചെയ്തത് എന്ന് പറയാമല്ലോ അവർക്ക്. സോ അതൊരു റീസൺ അല്ല. ആ ഒരു ബൗളിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, ഇനിയിപ്പോൾ ബൗൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ബൗൾ ഉണ്ടെങ്കിൽ, അങ്ങനെ മാറ്റി വെക്കാൻ ഒരു ബൗൾ ഉണ്ടെങ്കിൽ, ബൗളിൽ ഈ മഞ്ചരിയുടെ ഇതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. കുറേശ്ശെ അങ്ങോട്ട് എടുത്തിട്ട്, അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. മേ ബി അതില്ലായിരിക്കാം. അതൊരു ഓബ്വിയസ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതില്ലായിരുന്നുകൊണ്ടായിരിക്കും. ഒരു അളക്കാനായിട്ടൊരു ബൗള്, ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊരു ബൗൾ എന്നുള്ള രീതിയിലേ ഉണ്ടായിരുന്നുള്ളായിരിക്കും. അപ്പം ആ സൊല്യൂഷൻ വർക്കാവില്ല. എന്നാലും മഞ്ചരി പറഞ്ഞതനുസരിച്ച് അവർക്ക് വേണ്ട എമൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പോരെ. നമ്മൾ ഓവറായിട്ട് കമത്തിയിട്ട് അത് മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പരിപാടി. എനിക്ക് പേഴ്സണലി ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ചിലപ്പം എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കുറച്ചേറെ കറി ചോറിൻ്റെ അകത്തോട്ട് ഇടും. ഇട്ട് കഴിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴുവൻ കഴിക്കാൻ തോന്നുന്നില്ല നമുക്ക്. പല സമയത്തൊന്നും പല രീതിയിലാണല്ലോ നമുക്ക്. അപ്പം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം അതും മിച്ചം വെക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി കറി അങ്ങ് ഒഴിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വളിക്കുകയും ചെയ്യും. അത് ഇവിടുത്തെ ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുന്നത്, വീട്ടിൽ ഷെയറിങ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. 5-8 ആൾക്കാരുണ്ട് വീട്ടിൽ. അപ്പോൾ ഇവന്മാരുടെയൊക്കെ സാധനങ്ങൾ കൊണ്ട് ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കുക. നമ്മൾ പേഴ്സണലി ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെ പെട്ടെന്ന് പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ അങ്ങനെ എനിക്കതുകൊണ്ടൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ ഈ കറി ഇങ്ങനെ ഓവറായിട്ട് കമത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, പിന്നെ അത് വേസ്റ്റ് ആകുമല്ലേ. മറ്റൊരാളുടെ പാത്രത്തിലോട്ട് ഇടുമ്പോഴും അത് നമ്മൾ കഴിച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ അളിച്ച് പൊളിച്ചെടുത്ത സാധനമാണ് അവരുടെ ഇതിലോട്ട് ഇടുന്നത്. അപ്പം അത് ഒരു ഷെയറിങ്, അവരത് വില്ലിങ്ങോടെ കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാലേ നമ്മൾ കയ്യൊക്കെ ഇട്ട് ഇളക്കി, അല്ലെങ്കിൽ ആ കറിയെല്ലാം കൂടെ ഒഴിച്ച് മിക്സായ സാധനമാണല്ലോ കൊടുക്കുന്നത്. അപ്പം അതും ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ചോദിച്ചത്. അതിന് അരുണ് മഞ്ജരിയായിട്ടൊരു വാഗ്വാദത്തിൽ ഏർപ്പെടുകയും, മുത്തു ഒരു ഹൗസ് മേറ്റ് എന്നുള്ള രീതിയിൽ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ അത് ചോദിക്കുന്നു. അപ്പം അരുൺ ഓൾറെഡി മുത്തുവിൻ്റെ മേൽ ഡബക്ക് ഡപ്പ ഡുബാക്ക എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട്
അരുണിന് ആ ഒരു ഇതുണ്ട്, മുത്തുവിൻ്റെ മേലൊരു ദേഷ്യമുണ്ട്. അപ്പം മഞ്ചരിക്ക് വേണ്ടിയിട്ട് അന്ന് മറ്റേ ഇതിൻ്റെ അകത്തും മഞ്ചരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത് ആ ഒരു പേഴ്സണലായിട്ട് എടുത്ത് ഇവർ തമ്മിലുള്ള പുറത്തുള്ള ഫ്രണ്ടാണെന്നുള്ളതും കൂടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട്, പിന്നെ പണ്ട് തൊട്ടേ ആ തുടക്കം തൊട്ടേ മുത്തുവിനോടുള്ള ഒരു ഒരു ഗ്രഡ്ജും ഉള്ളത് കൊണ്ടൊക്കെ ഇപ്പം ഇൻഡിവിജ്വൽ ആണല്ലോ, അപ്പോൾ ഓപ്പണായിട്ട് കാണിക്കാമല്ലോ ആ ഗ്രഡ്ജ്. മറ്റേത് ടീംമേറ്റ്സ് ആയിരുമ്പോൾ അത് കാണിക്കാൻ പറ്റത്തില്ല, ഇവരൊക്കെ കൺട്രോൾഡ് ആയിരുന്നു. അപ്പം ഈ ഒരു ഇതിൻ്റെ പേരിൽ ആ ഒരു അവർ തമ്മിലൊരു വാഗ്വാദം വരികയും അന്നേരം ഒരു ഇതൊക്കെ പറഞ്ഞു. അതായത് വെറും പേച്ചിത്തരമേ വെച്ചിട്ട് നീ അങ്ങോട്ട് വലിയ ആളാവെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഡബക്ക് ഡബ്ബ എന്നൊക്കെ പറഞ്ഞതൊക്കെ അന്നേരമാണ്. സോ ആദ്യമേ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു മഞ്ചരിയുടെ പേരിൽ. അത് പിന്നീട് ക്യാപ്റ്റനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും മുത്തുവിനെ ഇവരെ വിളിച്ചിരുത്തിയിട്ട് ക്യാപ്റ്റൻ, അത് ദീപക് പക്ഷേ അരുണിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് പറഞ്ഞത്. കിച്ചൺ ഇൻചാർജാണ്, എന്നാലും ആ ഒരു അവർ ആവശ്യപ്പെടുന്ന അളവിൽ കൊടുക്കാം, പിന്നെ അതിനൊരു സൊല്യൂഷൻ പുള്ളി ഒപ്പിച്ച് കൊടുത്തു. പക്ഷെ അത് മുത്തു അടുത്ത ദിവസം ക്യാപ്റ്റനോട് അത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അവൻ എന്തിനാണ് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പേച്ചിത്തരമേ വെച്ച് മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, നിനക്ക് അല്ലാണ്ട് വേറെ കഴിവൊന്നുമില്ല എന്നൊക്കെയുള്ള രീതി വളരെ പേഴ്സണലായിട്ടുള്ള രീതിയിലാണ് അരുൺ പറയുന്നത്. അതും പിന്നീട് ഒരു എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ ആവശ്യമില്ലാതെ മുത്തുവിൻ്റെ പേരെടുത്തിട്ട് അങ്ങനെ ഒരു പേഴ്സണൽ വെഞ്ചൻസോടെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് അരുൺ. അപ്പം അത് എന്നെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ള രീതിയിൽ പറയണം എന്നാണ് ദീപക്കിനോട് പറയുകയും, അത് ഇവരെല്ലാവരും മോർണിംഗ് ഇതിൽ വിളിച്ചിരുത്തിയിട്ട് ദീപക് പറയാൻ ശ്രമിക്കുകയും, പക്ഷെ അത് ദർശിക പറഞ്ഞു ഞങ്ങളൊക്കെ വിശന്നിരിക്കുകയാണ്, ഓൾറെഡി ഈ കാര്യം ചർച്ച ചെയ്തതല്ല. ദീപക് അത് മുത്തു ഉദ്ദേശിച്ച രീതിയിൽ പറഞ്ഞില്ല. മുത്തു എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെ പേഴ്സണലി ബ്രാൻഡ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്. ബട്ട് അത് സംഭവിച്ചില്ല. ആൻഡ് ആ മീറ്റിംഗ് ആ ഒരു രീതിയിൽ കഴിഞ്ഞു പോവുകയും ചെയ്തു. സാച്ചന വന്ന് ഇല വെട്ടിയത് ആ മീറ്റിങ്ങിലായിരുന്നു. സാച്ചന വെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപക് മറ്റുള്ളവരെ പറയാൻ സമ്മതിക്കുന്നില്ല. ദീപക് ഒരു വിജയ് സേതുപതി മോഡൽ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇവർ നീട്ടി വളച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ആകുന്നു. அதனால நான் இடைக்கு ஷார்ட்டாக கட் பண்ணி, நீங்கள் என்ன சொல்ல வரீங்களோ அது எனக்கு புரிஞ்சா அந்த விஷயத்த டைரெக்டாக சொல்லிட்டோன்னா பிரச்சனை இல்லை. ஸோ அதுக்காக தான் நான் இன்டர்கட் பண்ணுறேன். ஏன்னா அந்த பாயிண்ட்டை நான் விட்டு போயிட்டேன்னா அப்புறமா அதை யோசித்து என்னால் சொல்ல முடியாது. ஸோ அதனால தான் நான் இன்டர்கட் பண்ணுறேன் அந்த மாதிரி அவர் சொல்லிட்டு இருந்தார். ஆனால் சாச்சனா வந்து நீங்கள் உங்களுக்கு லிசனிங் இது இல்லை, ஒரு கேப்டனாக இருக்கும்போது லிசனிங் ரொம்ப முக்கியம், ஆனந்தியை நீங்கள் கட் பண்ணுறீங்க, முத்துக்குமரனை நீங்கள் கட் பண்ணுறீங்க அந்த மாதிரி சொல்லிவிட்டு அவங்க கட் பண்ண வராங்க. ஓகே, அவங்க ஒரு ரீசன் சொன்னாங்க, கட் பண்ண போகிறாங்க. அது மற்றவங்க முன்னாடி சொல்கிறாங்க. மற்றவங்க முன்னாடி சொல்லும்போது எல்லாருக்குமா இதில் உடன்பாடு இருக்கா, அந்த மாதிரி கேட்கணும் இல்லையா? முன்னாடியெல்லாம் அந்த மாதிரி கேட்டுட்டு தான் அவங்க அந்த ரிப்பன் எடுக்கிறதோ பட்டன் எடுக்கிறதோ எல்லாம் பண்ணிட்டு இருந்தாங்க. ஆனால் சாச்சனாக்கு அதெல்லாம் முடியாது, நான் கட் பண்ணியே தான் ஆகணும்னு சொல்லி ஒரு இலையை கட் பண்ணுறாங்க. ஓகே, அதுவும் பிக் பாஸ் ரூலில் மற்றவங்க ஒத்துக்கிட்ட எல்லாரும் முன்னாடி சொல்லணும்னு தான் சொல்லியிருக்காரு. எல்லாருமே ஒத்துக்கிட்டால் மட்டும்தான் இதை எடுக்க முடியும்னு சொல்லலைன்னு நினைக்கிறேன். ஆனால் நான் புரிஞ்சது அப்படி தான். எல்லாரும் முன்னாடி சொல்லணும்னா வேலிடாக இருக்கணும் இல்லையா அந்த ரீசன். ஸோ அந்த ரீசன் வேலிடான்னு மற்றவங்களுக்கும் தோணுனா மட்டும்தான் அதை கட் பண்ண முடியும் தான், இல்லை ஒரு மெஜாரிட்டிக்கு தோணுனா மட்டும்தான் அதை கட் பண்ண முடியும்னு தான் நான் நினச்சிட்டு இருந்தேன். அந்த மாதிரி தான் நான் அதுதான் ஒரு என்ன சொல்கிறது, ஒரு மொராலிட்டி இல்லையா? நான் ஒரு ரீசன் சொல்கிறேன், மற்றவங்களுக்கும் அதில் உடன்பாடு இருக்கிற பட்சத்தில், என்னோட ரீசன் வேலிடாக இருக்கிற பட்சத்தில் அதை நான் கட் பண்ண முடியும் அந்த மாதிரி. ஆனால் சாச்சுனா அதெல்லாம் கேட்காம நிறைய பேர் கை தூக்குறாங்க, எங்களுக்கு இதில் உடன்பாடு இல்லை அப்படின்னு சொல்லிட்டு. இருந்தாலும் அவங்க கட் பண்ணிவிட்டு அவங்க பாட்டுக்கு போகிறாங்க. இப்போ அருண் எல்லாம் வந்து மீட்டிங்லேயே எனக்கு பாத்ரூம் போக வேண்டியிருக்கு, சீக்கிரமாக முடிச்சுட்டு நான் போகிறேன் அந்த மாதிரி அவர் உட்காந்துட்டு இருக்காரு கேப்டனோட வாக்கை மதிச்சு. ஒரு ஒரு ஸ்டேஜ் டெக்கோரம் இல்லைன்னா அந்த லிவிங் ஏரியாவுக்கு ஒரு டெக்கோரம் இருக்கு இல்லையா? ஸோ அதை ஃபாலோ பண்ணி அதன்படி தான் நடக்கணும். ஆனால் சாச்சனா அந்த இடத்துல அதை தவறிட்டாங்க. அவங்க பாட்டுக்கு போய் தண்ணி குடிக்க போகிறாங்க, பாத்ரூம் போயிட்டு வந்தாங்க, பாத்ரூம் போகிறதுக்கு கேட்டாங்கன்னு நினைக்கிறேன். அவங்க பாட்டுக்கு போய் தண்ணி எடுத்துகிட்டு வந்து குடிச்சிட்டு இருக்காங்க. அதெல்லாம் ஒத்துக்க முடியாத விஷயம். ஸோ அதை என்ன சொல்கிறது,
அப்போ இந்த பொண்ணு சொல்லுது, "உங்களுக்கு லிசனிங் கேப்பபிலிட்டி இல்லன்னு." அதுக்கப்புறமா ராணவும், முத்துவும் ஏற்கனவே அவங்ககிட்ட பேசுறாங்க. "நீ அந்த மாரி பண்ண தப்பு" அப்படின்னு எடுத்து சொல்றாங்க. ராணவ் சொல்லும்போது சொல்றாரு, "நீ வந்து தீபக் கிட்ட கேப்டனுக்கு லிசனிங் ஸ்கில்ஸ் வேணும்னு சொல்ற. ஆனா, அ உ உ நீ அந்த லிசனிங் സ്കില്ല്" സോറി, പൂച്ചയുടെ ഒരു എന്താ പറയുന്നത്, കുറുകൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ ജോയ്മോൻ ഇടയ്ക്ക് കയറി വന്നതാണ്. നമ്മുടെ ബോണ്ടണ്ണൻ്റെ പൂച്ചയാണ് ജോയ്മോൻ. ജോയ്മോൻ എന്ന് ഞാനിവിടെ ഉണ്ട്, എന്തൊക്കെയുണ്ട് ആശാൻ്റെ എന്ന് ചോദിക്കാൻ വന്നതാണ്. അദ്ദേഹം അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്ക് കയറി വരുവാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീട്ടിലല്ല, അതുകൊണ്ട് യെസ്. അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ജോയിമാൻ വന്നപ്പോൾ എല്ലാം മറന്നുപോയി. അതെ. അപ്പോൾ ഒരു സ്റ്റേജ് ഡെക്കോറം ഉണ്ട്. എന്നിട്ടും പുള്ളിക്കാരി അത് നോക്കാതെ പോയത് അത് ശരിയായില്ല. അപ്പോൾ ലിസണിങ് സ്കിൽസ് മറ്റുള്ളവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ സ്വയം ആ ലിസണിങ് സ്കിൽസ് വേണ്ടേ? അതിൽ സാച്ചനയ്ക്ക് എന്നിട്ട് ഭയങ്കര ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, മെച്യൂറായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു വീട്ടിലുള്ളവർ. ഇതൊക്കെ കാണുമ്പം ഇവ இன்னும் திருந்தல பாவா அப்படின்னு தான் எனக்கு தோணுது. உங்களுக்கு என்ன தோணுதுன்னு சொல்லுங்க. ஆனா அந்த மாதிரி சாச்சனா தானே கண்டென்ட் கொடுப்பாங்க. ஸோ எனக்கு அந்த மாதிரி சாச்சனா இருந்தால் நல்லாயிருக்கும். இரிட்டேட்டிங்காக இருந்தாலும் பேசுகிறதுக்கு நிறைய இருக்கும் இல்லையா? அதை பற்றி விஜய் சேதுபதி இந்த வாரம் கேட்குறாங்க, அவங்கக்கிட்ட எடுத்து சொல்கிறாங்க. அப்போ தான் இந்த பவுல் கதையெல்லாம் சொல்லி, ஐயோ டார்ச்சருங்க, ரொம்ப நேரம் போச்சு அது. அது என்னென்னா, தீபக் வந்து ஏன் ரிப்பன் கட் பண்ணேன்னு சொல்லும்போது, இவங்க சொல்கிறாங்க தீபக் வந்து லிசனிங் ஸ்பேஸ்லேயே இல்லை, பதில் சொல்லும்போது ரூடாக சொல்கிறாரு. அதுக்கு ஒரு எக்ஸாம்பிளாக அவங்க ஒரு மேட்ரு சொல்கிறாங்க. அதாவது நான் ஒரு சாப்பிட்டு முடிச்சு போகும்போது என் கையில் இருந்த பவுலை வாஷ் பண்ணிடு, அந்த மாதிரி அவர் சொல்கிறாரு. உன்னோட பவுலை நீ தான் வாஷ் பண்ணணும். ஆனால் அது என்னோட பவுல் இல்லை, காமன் பவுல்னு அவங்க சொல்கிறாங்க. ஆனால் அருண் கிட்ட பேசும்போது என்ன சொல்கிறாங்கன்னா, அது காமன் பவுல் கிடையாது. அதாவது ஆனந்திக்கும் சாச்சனாக்கும் வந்து கத்திரிக்காய் போட முடியாது, அவங்களுக்கு அலர்ஜி. ஸோ அவங்களுக்காக செப்ரேட்டாக பண்ண அந்த சூப்பு இல்லை கறி എന്താണെന്ന് വെച്ചാൽ, அதை வந்து இவங்களுக்கு ஒரு பவுலில் அளந்து 2 பேருக்குமா செப்பரேட் பண்ணுறதுக்கு ஒரு பவுலு, அப்புறம் சாச்சனாவோட பவுலு. ஸோ அவங்களோட அந்த பவுல் தான். இல்லை அளந்த அந்த பவுலாக இருந்தாலும் அது வந்து இவங்க 2 பேருக்குமான பவுல், காமன் பவுல் கிடையாது. அப்போ இவங்க 2 பேரில் யாராவது ஒருத்தர் தான் அதை கழுவி வச்சுருக்கணும். ஆனந்தி வந்து ஏற்கனவே சாப்பிட்டு போயாச்சு. ஸோ அது வந்து இப்போது சாச்சனா கிட்ட தான் இருக்குது. ஸோ ஆனந்தி இல்லாததுனால சாச்சனா தான் அதை கழுவி வைக்கணும். நாம் சாப்பிட்ட பாத்திரம் தானே, அதை நாம் கழுவி வைக்கிறதுக்கு ஏன் இவ்வளோ யோசிக்கிறாங்கன்னு எனக்கு புரியல. அதை வந்து மழுப்பி, இல்லை அது காமன் அன்காமன் அப்படியெல்லாம் சொல்லி ரொம்ப நேரம் போச்சு அது. ஐயோ! எனக்கு இன்றைக்கி நம்ம விஜய் சேதுபதி பண்ண ஒரு விஷயம் எனக்கு ரொம்ப பிடிச்சது. அவர் கையில் ஒரு பொம்மை இருந்தது. அந்த பவித்ரா பொம்மைன்னு நினைக்கிறேன். அதாவது இவங்க டாஸ்க் விளையாடும்போது பொம்மை பிச்சு கை காலெல்லாம் இழுத்து தலையெல்லாம் അറുത്ത് அந்த மாதிரியெல்லாம் എന്താ പറയുന്നത്, തലയൊക്കെ വലിച്ചു പറിച്ച് എല്ലാം എടുത്ത് ഒരു പരിവാക്കി വെച്ചിരുന്ന ബൊമ്മയാണ്. അപ്പം ആ ഒരു ബൊമ്മ കൊണ്ടുവന്നിട്ട് അത് ഞാൻ തയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് സൂചിയും നൂലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇവരിങ്ങനെ വലിച്ചു നീട്ടുമ്പം പുള്ളി ഇരുന്ന് തയ്ക്കും എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ തയ്ക്കില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കും, മറുപടി തരും. അതല്ല, നിങ്ങളിങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാനിരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇന്നിരുന്ന് തയ്ച്ചുകൊണ്ടും ഇരുന്നു പുള്ളി. അപ്പം അത് ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പുള്ളിയിരുന്ന് തയ്ച്ചത് എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി പുള്ളി ഇവരിങ്ങനെ, അത് വേണമെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ ആഴ്ചയിലും പുള്ളി ഒരു ബൊമ്മയായിട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇവർ നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുകയാണെങ്കിലും ഇവർ പറയുന്ന ആ ഗ്യാപ്പിൽ പുള്ളി ഇരുന്ന് തയ്ക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു തീർക്കുമ്പോഴത്തേക്കും ബൊമ്മ തയ്ച്ച് തീർന്നു എന്ന് അവരെ ഒരു കളി, എന്താ പറയുന്നത്, അവർക്കൊരു നല്ലൊരു എക്സാമ്പിളും അവരൊന്ന് കളിയാക്കിയതും ആവും. അതേസമയം പുള്ളിയും എന്താ പറയുന്നത്, ഭയങ്കര പേഷ്യൻ്റായിട്ട് ചൂടാവാതെ പുള്ളി അത് പ്രോപ്പറായിട്ട് അത് ഡീൽ ചെയ്യാനും പുള്ളിക്ക് പറ്റും.
അപ്പോൾ അത് പുള്ളിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു റൂബിക്സ് ക്യൂബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് വിടുന്നത്. അതാകുമ്പോൾ അതിങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കും ഇവർ പറയുന്ന സമയത്ത്. എന്നിട്ട് അവർ പറയുന്ന സമയത്ത് പുള്ളി സോൾവ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ പുള്ളിക്ക് ഒരു എക്സസൈസ് ആവും. പുള്ളിയും ചൂടാവില്ല. കാമായിട്ട് അവർ പറയുന്നത് കേട്ട് പുള്ളിക്ക് റിയാക്ട് ചെയ്യാനും പറ്റും. ഇപ്പം ഇന്നത്തേൽ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നൊക്കെ ഞാനും ആദ്യം വിചാരിച്ചു. കാര്യം ഇവരിങ്ങനെ ചില സമയത്തൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇവരിങ്ങനെ ഒരു പെട്ടെന്ന് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ സാച്ചൻ ഇന്ന് ബൗളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കേണ്ടതിന് പകരം കുറേ നേരം വലിച്ചഴയ്ക്കുന്നതായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ചില സമയത്ത് പുള്ളി ട്വിസ്റ്റ് ചെയ്ത് വിടുന്നതായിട്ടും ഫീൽ ആവാറുണ്ട്. അപ്പം ഇപ്പം മുത്തുകുമരൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ദീപകിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ പറയുന്നത് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലിൽ നിന്ന പോലത്തെ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഇതിൽ പോസിറ്റീവും ഉണ്ട്, അതേസമയം ഒരു ഹോസ്റ്റൽ എന്ന പോലെ കുറച്ചേറെ കൺട്രോളിങ് ആണോ, റൂൾസിൻ്റെ ഒക്കെ കാര്യത്തിൽ കുറച്ചേറെ കടുംപിടുത്തം പിടിച്ചോ എന്നുള്ള ഒരു ആംഗിളിലാണ് അവനത് പറയുന്നത്. അത് ആദ്യം പറഞ്ഞപ്പോൾ കേട്ട നമുക്ക് മനസ്സിലായി. പക്ഷെ വിജയ് സേതുപതി അന്നേരം എന്തിനാണ് അത് പൂസി മുഴുവത്, എന്തിനാ അത് വളച്ചൊടിച്ച് പറയുന്നത്? പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലിലൊരു എന്താ പറയുന്നത് സർക്കാസം കലർന്ന ഒരു രീതിയിൽ അവനത് പറഞ്ഞതാണ്. എന്നാൽ അവൻ പറഞ്ഞ പോയിൻ്റ് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാനും സമ്മതിച്ചില്ല. അത് എന്തിനാണ് വലിച്ചു നീട്ടുന്നതെന്നൊക്കെ അങ്ങോട്ട് ചാടിക്കയറി പറയുകയും ചെയ്തു. അരുണൊക്കെ കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം വിജയ് സേതുപതിക്ക് ചിലപ്പോൾ ദീപകിനെ ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണോ, ഇനി വിജയ് സേതുപതിയുടെ ഒരു മിനിയേച്ചർ വെർഷനെ അതിൻ്റെ അകത്ത് മാറിയത് കൊണ്ടാണോ? ദീപകിൻ്റെ ക്യാപ്റ്റൻസിയിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു കേട്ടോ. ഈ സെപ്പറേറ്റ് ആയിട്ട് ഇത് വെച്ചതും ഇപ്പം ആനന്ദിയൊക്കെ ഒരു ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ചെരുപ്പുകളൊക്കെ ഇവർ അടുക്കി വെക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് സൗന്ദര്യയോട് പറയുന്നുണ്ടായിരുന്നു. പ്രോപ്പറായിട്ടാണോ ഇവരെന്തെങ്കിലും തറയിൽ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് സൗന്ദര്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പുള്ളിക്കാരി വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ ഇത് ചെരുപ്പെല്ലാം കൂടെ എടുത്ത് അടുക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആനന്ദി പറയുന്നത് ഇതെന്ത് ഇവരുടെ വീടാണ്, ഇയാളുടെ വീടാണെന്ന് വിചാരിച്ചോ, ഇത് എല്ലാവരുടെയും കൂടെ വീടല്ലേ? പക്ഷെ ആ ചെരുപ്പുകളൊക്കെ ഒന്ന് അടുക്കി വെക്കുവാണെങ്കിൽ കാണാനൊരു മെനയുണ്ടോ, ഹൗസിനൊരു വൃത്തിയും മെനയ്ക്കൊക്കെ ഇരിക്കും, കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനൊക്കെതിരെ ഫ്രീഡം പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രീഡം അനുവദിക്കാം. പക്ഷെ ഫ്രീഡം നമുക്കിപ്പോഴും ഒരിക്കലും ട്രൂ ഫ്രീഡം നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നമ്മുടെ രാജ്യത്ത് ഫ്രീ സിറ്റിസൺസാണ്. പക്ഷെ എന്നാലും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾ ബൗണ്ടാണല്ലേ. അതല്ലാണ്ട് ഒരു റൂളും ഇല്ല, ടോട്ടൽ ഫ്രീഡം ആണെങ്കിൽ അതെപ്പോഴും കെയോസിലേ അവസാനിക്കത്തുള്ളൂ. എപ്പോഴും ഫ്രീഡം കംസ് അറ്റ് എ പ്രൈസ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കൺട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കണം, ഒരു സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ എപ്പോഴും വേണം, നമ്മളെ തന്നെ ആ ഫ്രീഡം ഓവറായിട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് അവകാശമുണ്ട്. എന്നാൽ മറ്റുള്ള ആളെ ഒരുപാടങ്ങ് വേദനിപ്പിക്കുന്ന രീതിയിൽ, മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്രീഡം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ചെരുപ്പൊക്കെ അടുക്കി വെക്കണമെന്ന് പറയുന്നതൊക്കെ സിമ്പിൾ മാറ്റർ. അതങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു വൃത്തിയുണ്ട്. അല്ലെങ്കിൽ കുറേ ഷൂവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരാളുടെ മേലെ ഷൂവിൻ്റെ മണ്ട മറ്റൊരാളുടെ ഷൂ അങ്ങനെ ഒരു ക്ലംസി ആയിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് അതങ്ങ് ശീലിക്കുവാണെങ്കിൽ ഇവരുടെ ഫ്യൂച്ചറിലും അത് ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും. ഞാനങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൈഡി ആയിട്ടുള്ള ഒരു ആളൊന്നുമല്ല. എൻ്റെ മുറിയൊക്കെ ഭയങ്കര ക്ലറ്റേർഡ് ആയിട്ടുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ചില സമയത്ത് നമുക്കിങ്ങനെ അടുക്കി പെറുക്കാനും തന്നെ തോന്നത്തില്ല. ബട്ട് അതൊരു ശീലമായിട്ട് വളർത്തുവാണെങ്കിൽ നല്ലതാണ്. നമ്മളെവിടെ പോയാലും ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, വീണ്ടും എൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ടാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ എൻ്റെ അമ്മ ചെറുപ്പത്തിൽ എന്നോട് അതായത് ഞാൻ സ്കൂളിൽ നമ്മൾ ചോറ് കൊണ്ടുപോകുമല്ലോ, ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പാത്രം കഴുകി വെച്ചില്ല. വെക്കേഷൻ വന്നാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ നേരത്താണ് ഞാൻ പിന്നെ എൻ്റെ ബാഗിൽ നിന്ന് പാത്രം എടുക്കുന്നത്. പാത്രം എടുത്തപ്പോൾ എന്തോ അതിൻ്റെ അകത്ത് പൂപ്പലും പുഴുത്തിരിക്കുന്നു. എൻ്റെ അമ്മ എന്ത് ചെയ്തു, ആ പാത്രത്തിൻ്റെ അകത്ത് തന്നെ ചോറ് വെച്ച് തന്നു. എന്നിട്ട് നീ ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. നീ അത് അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. നീ കഴിച്ച പാത്രം നീ തന്നെ കഴുകി വെക്കണം, ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ നീ ചോറെടുത്ത് നീ കഴിക്കണം.
എന്നൊരു റൂള് വെച്ചു പുള്ളിക്കാരി. അത് കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി ക്രൂരമായിട്ടുള്ള ഒരു റൂളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അപ്പം എന്ത് ചെയ്തു, ഈ ഒരു മൊമെൻ്റ് വന്നപ്പോൾ ഈ ഈ പാത്രത്തിൽ നീ ചോറ് തിന്നുമോയെന്ന് എന്നോട് ചോദിച്ചു. ഈ പുഴുത്തിരിക്കുന്നത് കണ്ടപ്പോൾ എന്താ പറയുക, വെക്കേഷന് അടച്ച് വെച്ച് സ്കൂൾ റീ ഓപ്പൺ ആക്കിയപ്പോൾ തുറന്ന പാത്രത്തിൽ പുഴു ഇരിക്കുന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, നീ ഇത് തിന്നുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എന്നാ നീ എന്തിലാണ് ഇന്ന് തിന്നാൻ പോകുന്നതെന്ന് ഇട്ട് തന്നു. പക്ഷേ എന്നെ കൊണ്ടത് തീറ്റിച്ചില്ല പുള്ളിക്കാരി. എനിക്കൊരു ജോയ് മോനെ, സോറി ജോയ് മോൻ, യെസ്. അപ്പം എന്നെ കൊണ്ടത് തീറ്റിച്ചില്ല. പക്ഷെ ഒരു എക്സാമ്പിൾ, എന്നെ എന്താ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അങ്ങനെ ചെയ്തത്. പക്ഷെ അതെൻ്റെ മനസ്സിലങ്ങ് നിന്നു. അപ്പം അതുകൊണ്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പാത്രം എപ്പോഴും കഴുകി വെക്കും. ഞാൻ കഴിച്ചു കഴിഞ്ഞ പാത്രമാണെങ്കിൽ ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടേ ഞാൻ വെക്കാറുള്ളൂ. അപ്പം ആ ശീലം ഞാൻ ഫോളോ ചെയ്ത് മറ്റൊരാളുടെ വീട്ടിൽ പോകുമ്പോഴും, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും എല്ലാം പോവുകയാണെങ്കിൽ അവർ കഴിക്കാൻ എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ ആ പാത്രം എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ ആ പാത്രം കഴുകി വെക്കും, സ്വയം കഴുകി വെക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ അമ്മമാർ ഞാൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പാത്രം എടുക്കുമല്ലോ, നിങ്ങളെടുക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട ആൻറ്റി ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ കഴുകും. അപ്പോൾ അത് ഞാൻ കഴിയുന്നത് കാണുമ്പോൾ അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുമായിരുന്നു. എൻ്റെ കൂട്ടുകാരനോടൊക്കെ പറയും, കണ്ടു പഠിക്കടാ കൊച്ചു, കണ്ടോ അവൻ കഴിച്ച പാത്രം അവൻ കഴുകി വെക്കുന്നുണ്ട്, ഇവിടെ ഒരുത്തനുണ്ട് അവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞ്. അപ്പം മറ്റുള്ളവരുടെ വീട്ടിലും എനിക്കൊരു അപ്രിസിയേഷൻ കിട്ടി. എന്തുകൊണ്ടാണ്? എൻ്റെ അമ്മ അങ്ങനെ എന്നെ ശീലിപ്പിച്ചുകൊണ്ട്, നമ്മൾ തന്നെ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം എന്ന് ശീലിപ്പിച്ച് അതൊരു പ്രാക്ടീസായിട്ട് ഫോളോ ചെയ്തപ്പം വേറെ ആളുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്കത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കുന്നു, നോർമൽ സംഭവം. പക്ഷെ അത് മറ്റൊരാൾക്ക് നോക്കുമ്പോഴത്തേക്ക് അത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആവുന്നു അല്ലേ. അപ്പം ദീപക്ക് അങ്ങനെയുള്ള ചില ഇത് കൊണ്ടുവന്നാലും ചില സമയത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് ഹാർഷായിട്ട് നമുക്ക് തോന്നിയാലും സംടൈംസ് ഇൻ ഫ്യൂച്ചർ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്, നല്ല ഹാബിറ്റ്സാണ്. കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് നമുക്കും പേഴ്സണൽ ഹൈജീനിന് നല്ലതാണ്, മറ്റുള്ളവർക്കും അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് മാറുകയും ചെയ്യും, നമ്മുടെ ഒരു വാല്യൂ ഉയരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എന്തോ പറയണം തോന്നി ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പം സോറി, ഇവിടെ ഒരു എൻജിൻ പ്രവർത്തിപ്പിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമോ എനിക്കറിയില്ല. ജോയ് മോനാണ്, ഇവിടുത്തെ പൂച്ചക്കുട്ടിയാണ്. സൈഡിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്താണ്, അപ്പം ഈ ഒരു ഓൾറെഡി ഒരു കറിയുടെ പേരിലൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എല്ലാവർക്കും ബ്രെഡ് ടോസ്റ്റും ഓംലെറ്റും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പം അതിൽ ജാക്വലിൻ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് പുള്ളിക്കാരി, തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. ദർശിക ആദ്യത്തെ ദിവസം കുക്ക് ചെയ്തിട്ട് പിന്നെ പോയില്ലല്ലോ. പുള്ളിക്കാരി ഓൾറെഡി ഒറ്റയ്ക്ക് നിന്നാണ്. പക്ഷെ അവിടെ സൗന്ദര്യമുണ്ട്, സത്യമുണ്ട്, രഞ്ജിത്തുണ്ട്. സത്യം ഉള്ളി അരിയാനൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് കുക്ക് ചെയ്യാനായിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ, അല്ല സൗന്ദര്യം അവിടെ ഫ്രീ ആണ്, സൗന്ദര്യനാണേലും വിളിക്കും. പക്ഷെ സൗന്ദര്യ സാജനായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് ടീമിൽ ഉണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരി മറന്നുപോയെന്ന് തോന്നുന്നു, ജാക്വലിൻ. അപ്പം എന്താണേലും ഈ ഇവരെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെയും നമ്മുടെ സാച്ചനയാണ് ഇത് തുടങ്ങി വെക്കുന്നത്. ഈ തിരുട്ട് കുമ്പലുണ്ടല്ലോ, ഈ ബിരിയാണി വെച്ച് പാതിരാത്രി ബിരിയാണി വെച്ച ടീം, അവിടെയും ആ ഒരു പ്രാക്ടീസും തുടങ്ങി വെച്ച സാച്ചനയാണ് രാത്രി പോയി നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് അതിൽ നിന്നാണ് പിന്നെ ഇവരൊക്കെ വന്നത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ഇവിടെയും സാച്ചനയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും സാച്ചന വരുമല്ലോ, ചമ്മന്തി വിഷയത്തിലും സാച്ചനയാണ്. അപ്പം ഇവിടെ വന്നിട്ട് സാച്ചന വന്നിട്ട് എക്സ്ട്രാ ബ്രെഡ് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, എല്ലാവർക്കും കൊടുക്കാനുള്ള കൊടുത്തു. അപ്പോൾ സൗന്ദര്യ എക്സ്ട്രാ ബ്രെഡ് കഴിക്കുന്നത് കണ്ടല്ലോ, ബട്ടറൊക്കെ എക്സ്ട്രാ ഇടുന്നത് കഴിയും. അപ്പോൾ അതെന്ന് ചോദിച്ചപ്പോൾ എന്താണ്, അത് രഞ്ജിത്ത് സാറിൻ്റെ ഷെയർ പുള്ളിക്കാരിക്ക് കൊടുത്താണ്, രഞ്ജിത്തിൻ്റെ ആരുടെയോ ഷെയർ കൊടുത്താണെന്ന് പിന്നെ പറഞ്ഞു. അപ്പം എക്സ്ട്രാ ബ്രെഡ് അത് മറ്റേത് ഷെയർ കിട്ടിയതാണല്ലോ, അപ്പോൾ എക്സ്ട്രാ ബ്രെഡ് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അരുൺ വിശന്നിരിക്കുകയല്ലേ പാവല്ലേ എന്ന് ഓർത്ത് ഒരു ഇത് കൊടുത്തു. അപ്പോൾ സാച്ചന് ഒരാൾക്ക് മാത്രം കൊടുത്താൽ മറ്റുള്ളവരും ചോദിക്കും എന്നുള്ളതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, പുതിയ ബ്രെഡ് പാക്കറ്റ് എടുത്തിട്ട് എല്ലാവർക്കും ഓരോ ബ്രെഡ് സ്ലൈസ് വെച്ച് കൊണ്ട് കൊടുത്തു. അത് ഓക്കെ, മറ്റുള്ളവർ ചോദിക്കാനെയും കൊടുത്തത് നന്നായി. പക്ഷേ
ഈ വെറും ബ്രെഡ് എങ്ങനെയാണ് നമുക്കെപ്പോഴും വെറും ബ്രെഡ് തിന്നാൻ പറ്റില്ലല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വെറും ബ്രെഡാണെങ്കിലും അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളത് തിന്നാം. കാര്യം അതൊരു എന്താ പറയുന്നത്, ആ ടോപ്പ് ലെയറിൽ വരുന്ന ബ്രെഡ് തിന്നാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാണ്ട് പച്ച ബ്രെഡ് തിന്നാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടിയാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും. പച്ച റൊട്ടി എന്ന് പറയുന്ന ഒരു സൈസ് കട്ടിയുള്ള ഒരു മിൽക്ക് ബ്രെഡോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. പച്ച റൊട്ടി എന്നാണ് ഞങ്ങൾ നാട്ടിലിത് പറയുക. അപ്പം അതാണെങ്കിൽ ഞാൻ തിന്നും. പക്ഷെ അല്ലാണ്ട് ഈ നോർമൽ ബ്രെഡൊക്കെ വെറും ബ്രെഡ് എടുത്ത് തിന്നാൻ കുറച്ച് പാടല്ലേ. എന്തെങ്കിലും ജാമോ ബട്ടറോ അല്ലെങ്കിൽ വല്ല കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. അപ്പം അത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഓരോരുത്തർക്കും നിങ്ങളുടെ ഷെയർ എന്ന് പറഞ്ഞിങ്ങനെ വെറും ബ്രെഡ് കൊണ്ട് കൊടുത്തു. അപ്പം അത് പലർക്കും തിന്നാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ടോസ്റ്റ് ചെയ്യാമോയെന്ന് ചിലർ ചോദിക്കുന്നത്. കാര്യം അങ്ങനെ തിന്നാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി തിന്നുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ചായ ഉണ്ടെങ്കിൽ ചായയിൽ മുക്കിയാണെങ്കിലും നമുക്ക് കഴിക്കാം. ബ്രെഡാണെങ്കിലോ റസ്ക്കൊക്കെയാണ് നമ്മൾ മുക്കുന്നത് എന്നാലും സ്റ്റിൽ. അപ്പം അതുകൊണ്ട് ആ ഹൗസ് മേറ്റ്സ് ടോസ്റ്റ് ചോദിച്ചതിൻ്റെ കാര്യത്തിൽ എനിക്ക് അവരുടെ ആ ഒരു ഇത് മനസ്സിലായി എന്തുകൊണ്ടവർ. പക്ഷേ ഇവർ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. കാര്യം ഇവർ ഇങ്ങനെ മാറി മാറി ഇവർ രണ്ടുപേരും നിന്നാണ് കുക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ കഴിക്കുന്നത്. അപ്പം ആരും ഇവർ കഴിച്ചോ എന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, എന്നിട്ട് ആരും ഞങ്ങൾ കഴിച്ചോ എന്നുള്ളത് അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അതിലൊരു ന്യായം ഉണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും ഇവർ കുക്കിംഗ് ടീമാണല്ലോ. അപ്പം അത് അവരുടെ ജോലിയാണത് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങളത് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്കുള്ളത് ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ കഴിക്കുക, അല്ലെങ്കിൽ അതിന് സമയമില്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ആദ്യമേ കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങളതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ നോക്കണം. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം, എല്ലാവരുടെയും ഷെയർ എത്തി, എല്ലാവർക്കും കറക്റ്റായിട്ട് പോയി എന്ന് നോക്കിയിട്ട് നമുക്ക് കഴിക്കാം എന്ന് പറയുന്നത് ഓക്കെ. ബട്ട് അത് നിങ്ങൾ അങ്ങനെ ഒരു മനസ്സോടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. വൺസ് നിങ്ങളത് കംപ്ലൈൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വറി ആയിട്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളാ ചെയ്യുന്ന ത്യാഗമല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ശരി, നിങ്ങളതൊരു നല്ല രീതിയിലാണ്, നല്ല പ്രവൃത്തിയാണ്, എല്ലാവരുടെയും വിശപ്പടക്കിയതിന് ശേഷം ഞങ്ങൾ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളതിന് പിന്നീട് അതൊരു കുറ്റമായിട്ട് പറയാൻ പാടില്ല. മറ്റുള്ളവരാരും പറഞ്ഞില്ല ഞങ്ങളെല്ലാം തിന്നു കഴിഞ്ഞിട്ട് മതി, നിങ്ങൾ തിന്നാൽ മതി എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ അത് നിങ്ങളൊരു കുറ്റമായിട്ട് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ. ഇപ്പോൾ ജാക്കുലിൻ ഒരാൾ മാത്രമല്ലല്ലോ അവിടെ കുക്ക് ചെയ്യുന്നത്. ദർശിക അവിടെ അപ്പുറം നിൽപ്പുണ്ട്. ദർശികേനെ കൊണ്ട് കുക്ക് ചെയ്യിക്കാം, ഇല്ലെങ്കിൽ സൗന്ദര്യേനെ കൊണ്ടില്ല, ബാക്കിയുള്ള രഞ്ജിത്ത് സാറോ അല്ലെങ്കിൽ സത്യമോ അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ടീമായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരാൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓബ്വിയസ്ലി ജാക്കുലിൻ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ എനിവേസ് ഇപ്പോൾ മഞ്ജരി എന്നിട്ട് ഇത് ടോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ചെല്ലുന്നു. സാച്ചനെ ഇത് ടോസ്റ്റ് ചോദിക്കാൻ ചെല്ലുന്നു. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സൗന്ദര്യം വന്നിട്ട് ഞാൻ ടോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറയുന്നത്. സൗന്ദര്യം ജാക്കുലിൻ അവിടെ കിടന്നിങ്ങനെ ഒരാൾ തന്നെ കുക്ക് ചെയ്ത് നിങ്ങളാരും ഞങ്ങളെ എന്താ പറയുന്നത് ഇതുവരെ ഞങ്ങൾ കഴിച്ചൊന്നും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം പോയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൗസ് മേറ്റ്സിൽ ആരെങ്കിലും ഒരാളെ ഹെൽപ്പിന് വിളിക്കാൻ പറ്റണം, അല്ലെ ഒരാളെ എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവർക്ക് ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് വെക്കാമല്ലോ. അപ്പോൾ അൻഷിതേനെയോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ ഞങ്ങളെ കൊണ്ട് ടാസ്കും ഇതും എല്ലാം കൂടെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാളെ എടുക്കാൻ പറ്റുമോ എന്ന് ക്യാപ്റ്റനോട് ചോദിച്ചിട്ട് ഇവർക്ക് ഒരാളെ എടുക്കാം. സോ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവരുടെ കയ്യിലുണ്ട്. അത് ചെയ്യാണ്ടിരുന്ന് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ വന്നിട്ട് സൗന്ദര്യ ടോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വരുന്നു. മഞ്ജരി ജാക്കുലിൻ്റെ അടുത്ത് ചോദിക്കുന്നു ടോസ്റ്റ് ചെയ്യാനായിട്ട്. ഒരടുപ്പ് ഫ്രീ ഉണ്ട്, ഒരു കല്ല് ഫ്രീ ഉണ്ട്, അപ്പം ആ കല്ല് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജാക്കുലിൻ ഓൾറെഡി ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്, വിശപ്പും ഉണ്ട്, പിന്നെ ഇവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും വേണം. കുറേ പേർക്കൊന്നും വിശാലിനൊന്നും ഈ ബ്രെഡ് സാൻഡ്വിച്ച് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയിൽ ടോസ്റ്റും കൂടെ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരും. പക്ഷെ വേറൊരാളെ അതിന് വെച്ചാൽ മതി, ജാക്കുലിൻ തന്നെ ചെയ്യണമെന്നില്ല. അപ്പം അത് സൗന്ദര്യം ചെയ്യാനായിട്ട് വരുന്നു. അല്ലെങ്കിൽ മഞ്ജരി ചോദിച്ചു ഞാൻ ടോസ്റ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം, ആ കല്ല് ഞാൻ തന്നെ യൂസ് ചെയ്യാം, എന്നാൽ നീ തന്നെ ചെയ്യുമെന്ന് ഇവർ അനുവദിച്ചാലും മതി. പുള്ളിക്കാരുടെ ഷെയർ ചെയ്യുന്നിടത്ത് പുള്ളിക്കാരെ ടോസ്റ്റ് ചെയ്യും, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അല്ലെങ്കിൽ അവർ ഇനി അത് പറ്റത്തില്ല, കുക്കിംഗ് ടീമിലുള്ളവർ മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ എന്നുള്ള ക്യാപ്റ്റൻ്റെ ഇതിനനുസരിച്ചാണെങ്കിൽ അപ്പോഴും വേറൊരാൾ ഫ്രീ ഉണ്ടല്ലോ, അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ചെയ്യാണ്ട് അവിടെ ഇരുന്നിട്ട് അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നു. അരുൺ അതിൻ്റെ ഇടയിൽ വരുന്നു.
പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം മഞ്ജരിയോട് സംസാരിക്കുമ്പം അതങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ ദർശിക വന്നിട്ട് എന്താ പറയുന്നത്, ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, സൗന്ദര്യം അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ചെയ്തു തരാം, നെക്സ്റ്റ് ടൈം അത് ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ ദർശിക അതവിടെ സോൾവ് ചെയ്ത കാര്യമാണ്. അപ്പം അരുണും ദർശികയും തമ്മിൽ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ മഞ്ജരി അവിടെ നിൽപ്പുണ്ട്. അപ്പം മഞ്ജരി എന്താ ഇവർക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് തന്നെ കൊടുത്തില്ലേ, എന്തോ അരുൺ എന്തോ ബ്രെഡ് സ്ലൈസ് എല്ലാവർക്കും എന്തോ ഇത് പറഞ്ഞു. പക്ഷെ മഞ്ജരിക്ക് അത് ഫീൽ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഇവർക്ക് ബ്രെഡ് സ്ലൈസ് കൊടുത്തത് അതായത് അരുൺ എന്ത് ഉദ്ദേശത്തിലാണ് ബ്രെഡ് സ്ലൈസ് കൊടുത്തത്, ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഈക്വലായിട്ട് ബ്രെഡ് സ്ലൈസ് കൊടുത്തത്. പക്ഷെ അപ്പം അതിൽ നിന്ന് വേറൊരു ഇത് വന്നതിനെക്കുറിച്ചാണ് അരുണും ദർശികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മഞ്ജരിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് സ്ലൈസ് കൊടുത്ത് തന്നെ ഒരു ഔദാര്യ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ പുതിയ കംപ്ലൈൻറ്റുമായിട്ട് വന്നിരിക്കുകയാണോ എന്നുള്ള, എല്ലാവരും വിശന്നിരിക്കുന്നതുകൊണ്ടാണ് അപ്പം മഞ്ജരി പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത്, വേണമെങ്കിൽ അങ്ങനെ പറയുന്നവർക്ക് ഒരു തെളിവായിട്ട് വെക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. ബട്ട് അതിലും മഞ്ജരിയുടെ ഭാഗത്ത് ഒരു ചെറിയ ന്യായമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു, അപ്പം അതിൻ്റെ ഇടയിൽ അങ്ങനെ ഫീലായത് അരുണിൻ്റെ അടുത്ത് പുള്ളിക്കാരി ചോദിക്കാൻ ചെല്ലുന്നു. അപ്പം അരുണിന് വേണമെങ്കിൽ പറയാം, ഞാൻ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇങ്ങനെ ഇരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കണ്ട മാം, പ്ലീസ് മാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അരുൺ ഇങ്ങനെ കൈയെടുത്ത്, അതായത് കൈ കൂപ്പിക്കൊണ്ടാണ് പ്ലീസ് മാം മാം പ്ലീസ് മാം എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഒരു മോക്കിംഗ് ബിഹേവിയർ ആയിട്ട് മഞ്ജരിക്ക് തോന്നി എന്നാണ് മഞ്ജരി പറയുന്നത്. അപ്പോൾ ദീപക്കും മറ്റുള്ളവരും പറയുന്നത് ഒരു മോക്കിംഗ് ബിഹേവിയർ അല്ല, ഈവൻ വിജയ് സേതുപതി പോലും പറഞ്ഞത് അതൊരു മോക്കിംഗ് ബിഹേവിയർ അല്ല എന്നുള്ളത്. പക്ഷെ നമ്മളൊരാളുടെ അടുത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഒന്ന് വെറുതെ വിടാവോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ കൂപ്പി നിൽക്കുകയാണെങ്കിൽ അതൊരു മോക്കിംഗ് ബിഹേവിയർ തന്നെയാണ്. അരുണത് 5-6 പ്രാവശ്യം തന്നെ അവനിങ്ങനെ എപ്പോൾ ഇങ്ങനെ പ്ലീസ് മാം, അതായത് മറ്റുള്ളവരെ കാമായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള അരുണിൻ്റെ കഴിവ് അവിടെ വെളിവാകുകയാണ്. മഞ്ജരിയുടെ ഇഷ്യൂ ഇപ്പം സംസാരിക്കണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാമായിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഇവൻ കാമായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്, അവൻ ചൂടായില്ല, ഞാൻ പ്രൊവോക്ക് ചെയ്തില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഇവൻ കൈ ഇങ്ങനെ കൂപ്പിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അത് മോക്കിംഗ് ബിഹേവിയറായിട്ട് തോന്നിയതിൽ തെറ്റില്ല. ഇനി അരുൺ ശരിക്കും മോക്ക് ചെയ്ത, പ്രൊഫഷനെയൊക്കെ പിടിച്ചിട്ട് സത്യം ചെയ്തതാണ്, ശരിക്കും മോക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായത് രണ്ട് കൂട്ടരുടെ ഭാഗത്ത് ഒരു ചെറിയ ന്യായം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ അരുൺ അങ്ങനെ മോക്ക് ചെയ്യാനായിട്ടുണ്ട്, എനിക്ക് തോന്നിയത് അത് ഇച്ചിരി ഒരു ചെറിയ രീതിയിൽ മോക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 5-6 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു. കാര്യം അതിന് മുമ്പ് അവൻ പറയുന്നത് തന്നെ, സത്യേൻ്റെ അടുത്ത് പറഞ്ഞത്, മഞ്ജരിയും ഞാനും ഒരേ ബസ്സിലാണെങ്കിൽ ആ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് അവന് മഞ്ജരിയോട് മുമ്പത്തെ ഇതിൽ മോക്ക് ചെയ്യുന്നു എന്നുള്ള, പുള്ളിക്കാരുടെ ക്യാപ്റ്റൻസി സമയത്ത് അരുൺ നീ മോക്കിംഗ് ബിഹേവിയർ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഇവൻ്റെ മനസ്സിൽ ആ വെഞ്ചൻസ് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വെച്ചോണ്ട് ഇവൻ ഇവിടെ ഈ തൊഴുകയോടെ കൂപ്പി നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ പേഴ്സണൽ ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് മഞ്ജരിയോട് സംസാരിക്കാനും താല്പര്യം. കാര്യം ഈ സംഭവം നടക്കുന്നതിന് മുമ്പാണ് ഇവൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഇനി എല്ലാം കൂടെ കണ്ടിട്ട് മാറിപ്പോയാണെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എന്താ പറയുന്നത്, പുള്ളിക്കാരി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോവും, എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവന് പേഴ്സണലി ഒരു ഇതുണ്ട്. മഞ്ജരീനെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ മുത്തുക്കുമരൻ ഇതിന് ഇത്രയും പറയുന്നത്. അപ്പോൾ മഞ്ജരിയോട് അത്രയും ദേഷ്യമുണ്ട് അവന്. അപ്പം അങ്ങനെയുള്ളപ്പോൾ മഞ്ജരി സംസാരിക്കാൻ വരുമ്പോഴേ തന്നെ ഇത് ഇഷ്യൂ ആക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും, കൈ കൂപ്പി തോന്നുന്നപ്പം പുള്ളിക്കാരിക്ക് അത് തോന്നി. അതിൽ ദീപക്കൊക്കെ വന്നിട്ട് ദീപക്ക് കാണിച്ചതാണ് അതിലും ബെസ്റ്റ്. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അത് അഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പം ഇത് ഉണ്ടാക്കണ്ട. ആക്ച്വലി ദീപക്ക് ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുക്കിംഗ് ടീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. കാര്യം അവരുടെ ഇതിൽ നിന്ന് അവർ ഓൾറെഡി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ദേഷ്യം വരും. അപ്പോൾ ആ ഒരു ഫുള്ള് പ്രോസസ്സ് അവിടെ ഇല്ലാണ്ടാവും എന്നുള്ളൊരു വാലിഡ് ആയിട്ടുള്ളൊരു കാരണം ദീപക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഒരു ക്യാപ്റ്റനായിട്ട് നിന്ന് സോൾവ് ചെയ്യേണ്ടതിന് വേണ്ടി ഇവർ ഈ കുറേ നാളുകളായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്, ഓക്കെ. ബട്ട് അവിടെ പുള്ളി അത് ആ ദേഷ്യം വെൻ്റ് ഔട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നില്ല അത്. ഈ രീതിയിൽ മഞ്ജരി ആയതുകൊണ്ട്, ഇപ്പം ഇത് ചെയ്തത് അരുണോ വിശാലോ ആയിരുന്നെങ്കിൽ ദീപക് ഇങ്ങനെ പോയിട്ട് പെരുമാറുമായിരുന്നു? ഇല്ല. മഞ്ജരി ആയതുകൊണ്ട് ആ ഒരു ഇതെടുത്തിട്ട്
പുള്ളി അവിടെ കിടന്നിട്ട് ഞാനിപ്പോൾ ക്യാപ്റ്റൻ അല്ല, ഞാൻ എന്താ പറയുന്നത്, ഹൗസ് മേറ്റ് ദീപക്, ഓക്കെ ഹൗസ് മേറ്റ് ദീപക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്തു. എന്നാലും ടേബിളിൻ്റെ മണ്ടയിലൊക്കെ കയറി നിൽക്കുക, അലറുക, അത്രയും ഷോയുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഹൗസ് മേറ്റ് ദീപക്കായിട്ട് തന്നെ ഇവന് പറയേണ്ട കാര്യം ഒരുപാടങ്ങ് പ്രോഗ്ഡ് ആവാത്ത, ഇത്ര ഇതാവാത്ത രീതിയിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഒരു പദവിയിൽ ഇരിക്കുമ്പം ഇത്രയും പ്രഷേഴ്സ് വരുമ്പോഴത്തേക്ക് അത് ഹാൻഡിൽ ചെയ്യില്ലെങ്കിൽ അത് ഒരുപാട് പ്രഷറാണെങ്കിൽ ഇപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതാവുന്നില്ല. കാര്യം എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ മൂഡ് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം, നമുക്കിത് സമാധാനമായിട്ട് ഡീൽ ചെയ്യാം. റെസ്പോൺസിബിൾ ആകുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, പല സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ദേഷ്യം വരും നമ്മുടെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ ഫെല്ലോ. ഇപ്പം ഞാൻ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അവിടെ എൻ്റെ കീഴിലുള്ള അസോസിയേറ്റ്സ് ഇവന്മാർ പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കാണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ കറങ്ങി ഇറങ്ങി, ചില സമയത്ത് നമ്മൾ പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ ചില സമയത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യം വരും. അവൻ്റെ തലയടിച്ച് പൊളിക്കാൻ തോന്നും. അത്രയും നമുക്ക് ദേഷ്യം വരും. കാര്യം നമുക്ക് ഓൾറെഡി ചെയ്ത് തീർക്കാൻ ഒരു ലോഡ് പണിയുണ്ട്, ഇന്ന ടൈമിൽ ഇത് തീർക്കണം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് പണിയാണ്, അടുത്ത ദിവസം ഇവന്മാർക്ക് തന്നെ അത് വീണ്ടും ഇരട്ടി പണി വരുന്നതാണ്. അതുപോലും ഓർക്കാണ്ട് അവരവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ്, അല്ലെങ്കിൽ പണിയെടുക്കേണ്ട സമയത്ത് ഉഴപ്പി കമ്പനിയുടെ സമയവും പൈസയും വേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും. പക്ഷെ ആ സമയത്ത് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെ ചെന്ന് കണ്ടിട്ട് അത് നൈസായിട്ട് ഡീൽ ചെയ്ത്, എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്ത് ഡീൽ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. പുറത്തങ്ങനെ നമ്മുടെ ജോലി ഓർത്തും നമ്മുടെ സാഹചര്യം ഓർത്തും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ റിയൽ ലൈഫിലും ചിലപ്പോഴൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. നമുക്ക് തീരെ പറ്റാത്ത സിറ്റുവേഷനാണ്. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇനിയിപ്പോൾ തീരെ കൺട്രോൾ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകാനേ നോക്കുകയുള്ളൂ. ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് കാം ഡൗൺ ആയിട്ട് വന്നിട്ട് റിയാക്ട് ചെയ്യാനേ നോക്കുകയുള്ളൂ. കാര്യം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട്. അതുപോലെ ക്യാപ്റ്റൻ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പം ആ ഒരു പൊസിഷനിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുക എന്നുള്ളത്. അവിടെ ഹൗസ് മേറ്റായി ട്രാൻസ്ഫോം ആയി ഞാൻ സൈതപ്പെട്ട റൗഡിയായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിവേസ്, അപ്പോൾ അങ്ങനെ ഒരു ഹൗസ് മുഴുവൻ മഞ്ജരീനെ കോർണർ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മഞ്ജരിയുടെ വോട്ട് ഒരുപാട് മുകളിലേക്ക് വന്നു. ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മഞ്ജരി സേവ് ആവുകയും ചെയ്തു. ബട്ട് സ്റ്റിൽ വിജയ് സേതുപതി ആ ഒരു സാറ്റർഡേ എപ്പിസോഡ് ഡീൽ ചെയ്ത വിധം അത് തീരെ അപ്രിഷ്യേറ്റബിൾ അല്ല. അരുണിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇന്ന് അവരുടെ ബിരിയാണി മാറ്റർ എന്താണെങ്കിലും എക്സ്പോസ് ചെയ്തത് നന്നായി. പക്ഷെ അതിനൊക്കെ ഒരു കുറുമ്പട ഇടണമായിരുന്നു. ഈ സിറ്റുവേഷനിലാണെങ്കിൽ അരുൺ എന്താ പറയുന്നത്, നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, പ്രൊജക്റ്റിംഗ് എന്നുള്ള വാക്കൊക്കെ അരുൺ ഉപയോഗിച്ചാണ്. എന്നിട്ട് അരുൺ പറഞ്ഞു തന്നെ ഞാനങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള രീതി ഇമ്മാതിരി നാടകമൊക്കെയാണ് പുള്ളി കളിച്ചത്. അല്ല, ഈ ഫുഡിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്, മഞ്ചരി മുത്തുക്കുമരൻ ഈ തക്കാളി തൊലി ഏതാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. കറി ഏതാണ്ട് അത് മാത്രമേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എടുത്ത് ഇവനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, കഴിക്കുന്നത് കണ്ടു. അപ്പം അതിനെപ്പറ്റി പുള്ളിക്കാരി പറഞ്ഞു. കാര്യം ബാക്കിയുള്ളവർക്കൊന്നും കിട്ടിയില്ല. ഇവരപ്പം സ്പെഷ്യലായിട്ട് ഇവർ തന്നെ കുക്കിംഗ് ഇൻചാർജിലുള്ളവർ തന്നെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിനെ പറ്റിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളെന്തോ ഒളിച്ചു വെച്ച് തിന്നുന്ന പോലെ തോന്നി എന്ന് ദർശിക പറഞ്ഞു. ഒളിച്ചു വെച്ച് തിന്നുന്ന ടീമിലുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ. അത് ഒരു തവണയല്ലല്ലോ, 3 തവണ ഏതാണ്ട്, 3 തവണ മിനിമം എല്ലാ ആഴ്ചയിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ 3 തവണ എന്നാണ് പറഞ്ഞത്. ശരി, 3 തവണ 3 തവണ നിങ്ങൾ ചെയ്തു. അതും ഒരു തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രോസറീസ് ഇല്ല, ആകെപ്പാടെ ഇച്ചിരി കോളം ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്ന ഗ്രോസറീസ് രാത്രി ആരും അറിയാണ്ട് വന്നിട്ട് എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കി തിന്നിട്ട് അടുത്ത ദിവസം അവന്മാർ പട്ടിണിയായിരുന്നു. ഹൗസ് മേറ്റ്സ് രാവിലെ ഒരു നേരം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അവർക്ക്. ഈ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് പോലെ അല്ലല്ലോ, അവിടെ ടാസ്ക് ചെയ്യണം, വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എനർജി വേണം. അപ്പം അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ആ നിമിഷത്തെ ഒരു കൊതിക്ക് വേണ്ടി ഒരു ഹൗസ് മേറ്റ്സിനെ മുഴുവൻ ഒരു നേരം പട്ടിണി ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഫുഡിനെ പറ്റിയിട്ട് മഞ്ചരി അങ്ങനെ പറഞ്ഞു, എനിക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമമായി എന്നൊക്കെ അരുണിൻ്റെ ഒരു നാടകം ഉണ്ടല്ലോ, അടിച്ച് അവൻ്റെ എമ്മാതിരി ഡ്രാമയൊക്കെ. എന്നിട്ട് അവനവിടെ ഇരുന്ന് നാടകം കളിക്കുന്നു, എല്ലാ കിച്ചൺ ഇൻചാർജാണെന്നും പറഞ്ഞുകൊണ്ട്. എന്താ പറയണ്ടേ, ഈ
രാത്രി ഒളിച്ചും പാത്തും ഇരുന്ന് കട്ട് തിന്നോ പോരാഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്ന് പാചകം അടിക്കുന്നു, കളിക്കുന്നു നീ, കളിപ്പുള്ളേ നിൻ്റെയൊക്കെ എന്ന് പറയുന്ന പോലെ. അപ്പം അത് ഭയങ്കര കോമഡി ആയിട്ടാണ് വിജയ് സേതുപതി കൊണ്ടുപോയത്. ബട്ട് അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ലേ. അപ്പം മറ്റുള്ളവർ ഒരു നേരം ഇവർ കാരണം പട്ടിണി കിടന്നില്ലേ. ഇപ്പം എല്ലാവർക്കും എന്താ വിശക്കുന്നുണ്ട്, ഒരു സ്ലൈസ് ബ്രെഡ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത ദാനധർമ്മിഷ്ഠമായിട്ടുള്ള അരുൺ തന്നെ ഇമാതിരി പരിപാടി 3 തവണ ചെയ്തിട്ടുണ്ട് ഇവനെല്ലാം കൂടെ കൂടിയിട്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് പാചകം അടിക്കുന്നത്. ഓ, ഞങ്ങൾ ഭയങ്കര ലവ്വിങ് ആയിട്ടാണ് ചെയ്തതെന്നൊക്കെ. നല്ല കോമഡി ആയിട്ടുണ്ട് എന്താണേലും. അപ്പോൾ അതൊക്കെയാണ് ഈ ആഴ്ച നടന്നത്. മഞ്ചേരി മുത്തുക്കുമരൻ കോംബോ വീണ്ടും ശക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ള ഗ്യാങ്ങുകൾ, ഗോവ ഗ്യാങ്ങിനൊക്കെതിരെ വിശാൽ ഗ്യാങ്ങിന് എന്തായിരുന്നു പേര്? വിഷം അണി എന്നുമില്ല, അറിഞ്ഞൂടാ. അതിൻ്റെ ഒരു അവൻ്റെ സൈഡ് നാടകം വേറെ. അയ്യോ, ഒരു പെണ്ണിൻ്റെ ഫീലിങ്സ് വെച്ച് നമ്മൾ കളിക്കാൻ പാടില്ല, അതൊക്കെ എനിക്കറിയാം. എന്നാൽ പിന്നെ ആദ്യമേ തന്നെ ദർശിയോട് പറഞ്ഞൂടെ, നമുക്കിതൊന്നും വേണ്ട, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇത് ശരിയാവില്ല, ചീത്തപ്പേരാവും, നിൻ്റെ ഫീലിങ്സ് ഹേർട്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറണ്ട, നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നടക്കാം, ഫ്രണ്ട്സായിട്ടിരിക്കാം എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇത് അവൾ കാണിക്കുന്ന സ്നേഹം ഇതെല്ലാം അവൻ അക്സെപ്റ്റും ചെയ്യുന്നുമുണ്ട്. തല്ലും തലോടും ഒരുമിച്ച് വേണ്ട എന്നുള്ള ഒരു പരിപാടി ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെങ്കിൽ നീ ലവ് ചെയ്യുകയാണെങ്കിൽ ലവ് ചെയ്യ്, അല്ലെങ്കിൽ നീ ചെയ്യാണ്ടിരിക്കുക. ഇത് ചെയ്യുന്ന മാതിരി അത് വേണ്ടാന്ന് അവളുടെ അടുത്ത് പറയുകയും ചെയ്യും, എന്നിട്ട് ചെയ്യുകയും ചെയ്യും. അത് നല്ല മികച്ചൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ ഇവർ പലർക്കും ഈ തർഷിക ഇവന് വാരി എന്താണ് ഉരുളയാക്കി വായിൽ വെച്ച് കൊടുക്കുന്ന ചോറ് കൂട്ടുന്നതും അങ്ങനത്തെ ഇവരുടെ സ്നേഹപ്രകടനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അതൊന്നും വലിയ വിഷയമായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് നാടകമാണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സിനിമയിലൊക്കെ ഇപ്പം നായകനും നായികയും തമ്മിൽ റൊമാൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നാറില്ലല്ലോ. ഇത് ഒറിജിനൽ പ്രേമമല്ല, നിങ്ങളെന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ. അതുപോലെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള ഒരു ഫേക്ക് പ്രേമം, അത് കണ്ടിട്ട് നമ്മളെന്തിനാണ് നമ്മുടെ ബി കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് തന്നെ മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ദർശികയും വിശാലും പറയുന്നു. പക്ഷെ ഇവർ തന്നെയാണ് അവരത് പറയുമ്പോൾ എൻജോയ് ചെയ്ത് ചിരിക്കുകയും ഇവർ തന്നെയാണ്, ഇപ്പോൾ ദർശിക തന്നെയാണ് പവിത്രയുടെ അടുത്തും മറ്റേ ഇവരുടെയൊക്കെ അടുത്ത് പോയിട്ട് വിശാലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അത് അവിടെ ഇത് തന്നെ തല്ലും തലോടലും. എന്ത് എന്ത് കാര്യം, രണ്ടും കൂടെ ഒരുമിച്ച് എന്തിനാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒന്ന് ചെയ്യ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ മറ്റുള്ളവർ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടുകാരോട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല, കളിയാക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പം അങ്ങനെ നമ്മുടെ പാസപ്പിണിപ്പ് പി അരുൺ എക്സ്പോസ്ഡായി. വിശാലും ദർശികയും അവരുടേതും. അതിൻ്റെ ഇടയിൽ ആനന്ദി ഒരു കാര്യമില്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് ഇവരുടെ ഈ ഇത് വെച്ച്. ഇത് വേറെ എന്തെങ്കിലും കാര്യമാണ്, ഗെയിം ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വല്ല കുത്തിത്തിരിപ്പുമാണെങ്കിൽ ഞാനത് അപ്രിഷ്യേറ്റ് ചെയ്തേനെ. ഇത് ആർക്കും പ്രയോജനമില്ലാത്ത ഒരു വിശാൽ ദർശിക ബന്ധമൊക്കെ ഇരുന്ന് പവിത്രയുടെ അടുത്തിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക, ഗോസിപ്പ് കളിക്കുന്നു. വല്ല കാര്യമുണ്ടോ? ആനന്ദിക്ക് അല്ലെങ്കിൽ തന്നെ ചീത്തപ്പേര, ഇനി ഇതും കൂടെ കൊണ്ടുപോയിട്ട് പാവത്തിനെ അടുത്ത ആഴ്ച വല്ല ചവിട്ടി പുറത്താക്കും, കണ്ടറിയാം. അപ്പോൾ അതൊക്കെയാണ് നടന്നത്. അനിഷിത ജാക്വലിൻ ബന്ധം പാച്ചപ്പായോ? മുത്തുക്കുമരനും അരുണും തമ്മിൽ പാച്ചപ്പായോ? അരുണിട്ട് മുത്തു ഒരു കൊട്ട് കൊട്ടിയായിരുന്നു. നിനക്ക് വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ. അത് അരുൺ എവിടെയൊക്കെ പറഞ്ഞു, എന്തോ വേഴ്സ് പെർഫോമറിൻ്റെ ഇതിലോ എന്തോ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇവനോട് തന്നെ പല പ്രാവശ്യം പറഞ്ഞു. അപ്പം അരുണിൻ്റെ അടുത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ നിനക്കും ഡയലോഗ് അടിക്കാനേ പറ്റത്തുള്ളൂ, നീ കാണിക്കുന്ന സ്നേഹമൊക്കെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നല്ല അവനും പേഴ്സണലി അവൻ മോക്ക് ചെയ്യുന്നു എന്ന് മഞ്ചേരി ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് ട്രിഗറായി. അപ്പം നിന്നെ കൊണ്ട് സംസാരിക്കും, വായ്ത്താളം അടിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ, നീ കപ്പൊന്നും ജയിക്കാൻ പോകുന്നില്ല എന്ന് മെൻ്റലി ടാർഗറ്റ് ചെയ്ത് ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കാൻ ഇവൻ നോക്കുമ്പം അതിന് കുഴപ്പമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇമാതിരിയുള്ള നാറിയ കളികളെല്ലാം കളിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ പുണ്യ പുരുഷനായിട്ട് അവനെ കാണിക്കുന്നത് ആണ് എനിക്ക് പിടിക്കാത്തത്.
നല്ലൊരു പരിപാടിയാണ്. മുത്തു അരുണിൻ്റെ അടുത്ത് പറഞ്ഞു, ഏഴാമത്തെ സീസണിലും സംസാരിച്ച് തന്നെയാണ് ജയിച്ചത്, അത് നീ കണ്ടില്ലായിരുന്നു എന്ന്. ഏഴാമത്തെ സീസൺ ജയിച്ചത് അരുണിൻ്റെ ഗേൾ ഫ്രണ്ടാണല്ലോ. ഒരു കൊട്ടായിരുന്നു, ഇച്ചിരി പേഴ്സണലാണ്. എന്നാൽ ഇവനും പേഴ്സണലായിട്ടാണല്ലോ പറയുന്നത്, നിന്നെ കൊണ്ട് ഒരു കഴിവുമില്ല, വായ്ത്താളം അടിക്കാനേ പറ്റുള്ളൂ, അതും എന്തെങ്കിലും പൊളിയും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവനെ പേഴ്സണലായിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യാമെങ്കിൽ ഇവനും പേഴ്സണലായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്തു. ടിറ്റ് ഫോർ ടാറ്റ്. ആ രീതിയിൽ ഞാനതിനെ കാണുന്നുള്ളൂ. മുത്തു പുണ്യപുരുഷനാണെന്നൊന്നും ഞാനും പറയുന്നില്ല. മുത്തുവും ചില നാറിയ കളികൾ കളിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ചുമ്മാ ഉണ്ടല്ലോ, ഒരു ആവശ്യമില്ലാത്ത വെറും ടാർഗറ്റിങ്ങൊക്കെയാണ്. ഇവൻ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവൻ്റെ പേച്ചുത്തിറമയെ വെച്ച് കൺട്രോൾ ചെയ്യുന്നു. അതവൻ്റെ മിടുക്ക്. നിനക്ക് അങ്ങനത്തെ കഴിവില്ലെങ്കിൽ നിൻ്റെ മറ്റു കഴിവ് വെച്ചിട്ട് നീ മുന്നേറി വരണം. മഞ്ജരീനെ അതുകൊണ്ട് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മഞ്ജരി ഞങ്ങളെക്കാളും നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവളെ ഏതെങ്കിലും വിധത്തിൽ മഞ്ജരീനെ ട്രിഗർ ചെയ്യാനും എളുപ്പമാണ്, ഇമോഷണലി ഹേർട്ട് ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ മഞ്ജരി അതിൽ നിന്നൊക്കെ അവർ ഈ ഇത്തരം ഡേർട്ടി ടാക്ടിക്സ് ഒക്കെ മാറ്റി വെച്ച് കളിക്കണം. ഇവരൊക്കെ മുന്നോട്ട് വരണമെന്ന് ഇങ്ങനത്തെ ഈ പക്ഷേ ഒരു കാര്യം ഇവരെപ്പോഴും മറക്കും, ഒരു ഗ്യാങ്ങായിട്ട് ചേർന്ന് ഒരാളെ എപ്പോഴും ആക്രമിച്ചാലും ആ മറ്റേ ഒറ്റയ്ക്ക് ആക്രമിക്കപ്പെടുന്ന ആളുടെ മേൽ ആളുകൾക്കൊരു സിമ്പതി ഗ്രാജുവലി വരും. അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് തോന്നും. എന്തുകൊണ്ട് മഞ്ജരിയുടെ വോട്ട് ഏറ്റവും താഴത്തെ ഇതിൽ കിടന്നിരുന്ന മഞ്ജരി എന്തുകൊണ്ട് പെട്ടെന്ന് സെക്കൻഡോ തേർഡോ ഫോർത്തോ അങ്ങനെ എന്തോ പൊസിഷനിലോട്ട് എത്തി പുള്ളിക്കാരി വോട്ടിങ്ങിൻ്റെ ഇതിൽ? അതിന് കാരണം ഒരു ഹൗസ് മുഴുവൻ ചേർന്ന് പുള്ളിക്കാരിനെ അറ്റാക്ക് ചെയ്ത് കരയിപ്പിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ ശിവകുമാർ അവൻ പോയത് നന്നായി. ഈ പവിത്രയും മഞ്ജരിയും തമ്മിൽ പാവയുടെ ഇതിലൊരു ഇത് പൊക്കോണ്ടിരിക്കുക, ആര് കൊണ്ടുപോയി വെക്കും എന്നുള്ള ഡിസ്കഷൻ നടക്കുക. അതിൻ്റെ ഇടയിൽ ഒരു കാര്യമില്ലാതെ വന്നിട്ട് നീ എൻ്റെ കോളറെ പിടിച്ച് വലിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചില്ല എന്ന്. അത് അന്നേരമാണോ നീ ചോദിക്കാൻ വരുന്നത്? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? அவ்வளோ நேரம் பேசாமல் இருந்துட்டு அந்த ஒரு சிச்சுவேஷனில் மட்டும் பேசுகிறாரு அவர். அப்போ அவருக்குள்ளே இருந்த அந்த பாஷை, மாணிக்கத்துள்ளே இருந்த பாஷை வெளில வந்தாருன்னு நினைக்கிறேன். அப்பா பேச வேண்டியிருக்கு. பேச வேண்டிய இடத்துல பேசாமல் அப்புறமா பேசிட்டு என்ன பிரயோஜனம்? இந்த மாதிரி ட்ராமா எல்லாம் பண்ணிகிட்டு இருந்தார். அதுக்கப்புறமா அருண் கிட்ட போய் நான் உன்னோட, நீ ராமன்னா நான் உனக்கு ஹனுமான், நீ எனக்கு இன்னும் சொல்லப்போனால் ഒരു ലവർ മാതിരി, അങ്ങനെ എന്തോ വിയേർഡ് ഷിറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തത് എന്ത് ക്രിഞ്ച് പരിപാടിയൊക്കെ കാണിക്കുന്നത്. അവൻ നിനക്ക് വേണ്ടി കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ എന്തിനാ, നീ എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. രാമൻ ഹനുമാൻ എന്ന പോലെ, രാമന് ലക്ഷ്മണൻ എന്ന പോലെ. ഇതിൻ്റെ ഇടയിൽ രാമനെ ഹനുമാനെയൊക്കെ എന്തിനാ വിളിച്ചുകൊണ്ട് വരുന്നത്? എന്നിട്ട് പിന്നെ എന്ത് ഒരു ലവർ എന്നുള്ള രീതിയിൽ എന്ത് ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഓർത്ത് ഇയാളെന്ത് പറയുന്നു, ഇയാൾക്ക് എന്ത് പറ്റി? ആ ടാസ്കിൽ എങ്ങനെയും ജയിക്കണം, സേവ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞായിരിക്കും. അവനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണ്. എന്താ സാർ കൂടുതൽ നന്നായി പോയോ എന്നുള്ള അവസ്ഥയായിരുന്നു. എന്നിട്ട് അവനെന്തുവാ കാണിച്ചേ? അവന് ജെഫ്രിയുടെ ഭാവം കിട്ടി. റയൻ്റെ കയ്യിൽ, അതായത് ബിഗ് ബോസ് പറഞ്ഞു അവസാനം ഇവർ രണ്ടുപേരാണ് വന്നത്, ശിവകുമാറും ജെഫ്രിയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി പകരം ഒരാളെ ചൂസ് ചെയ്യാം. ഇവന് വേണ്ടി പകരം ഇവൻ അരുണിനെ സെലക്ട് ചെയ്തു, ശിവകുമാർ. എന്നിട്ട് ഈ രാമൻ ഹനുമാൻ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. ജെഫ്രിക്ക് വേണ്ടി റയാനാണ് നിൽക്കുന്നത്. ബോൾപിറ്റിൻ്റെ അകത്തുനിന്ന് അരുൺ ആദ്യമേ കിട്ടിയ ബൊമ്മ ശിവകുമാറിൻ്റെ ബൊമ്മയ്ക്ക് പകരം ജെഫ്രിയുടെ ബൊമ്മയാണ് കിട്ടിയത്. രണ്ടും ഒരേ കളറായതുകൊണ്ട് പുള്ളി അതും കൊണ്ട് ഓടി. ഒരു പകുതി വഴിയെത്തിയപ്പോഴാണ് പേര് നോക്കിയപ്പോഴാണ് ജെഫ്രി എന്ന് കണ്ടത്. എന്നാൽ മറ്റവന് വാക്ക് കൊടുത്തതല്ലേ, ഹനുമാനെ പോലെയാണ്, രാമൻ ലക്ഷ്മണനെ പോലെയാണ്. എനിക്കറിഞ്ഞൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടു. എന്നാൽ തിരിച്ചു പോയിട്ട് അവൻ്റെ ബൊമ്മ കൊണ്ട് വെക്കാൻ നോക്കുമോ അല്ലെങ്കിൽ മറ്റവനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയോ ചെയ്യാണ്ട് ഇവൻ ഇത് കൊണ്ട് ജെഫ്രിയുടെ കൊണ്ട് വെച്ചു. അപ്പം അവന് ജെഫ്രി ജയിക്കണം എന്നുണ്ടായിരുന്നിരിക്കും, ജെഫ്രിയുടെ കൊണ്ടുവച്ച് ജയിപ്പിച്ചു. പിന്നെ ഇവൻ എന്തിനാ വാക്ക് കൊടുത്ത്? അങ്ങനെ ശിവകുമാർ ശശിയായി, ഈ ആഴ്ച ഔട്ടാവുകയും ചെയ്തു. എന്നിട്ട് അവൻ പോയപ്പോൾ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, ഗിൽറ്റ് കൊണ്ടായിരിക്കും. അപ്പം ഇവൻ മനഃപൂർവ്വം ചെയ്തതല്ലേ. കാര്യം റയൻ അന്നേരത്തേക്കും മറ്റേ ഇത് എടുത്തിട്ടില്ല. കാര്യം അവനെ ജെഫ്രിയുടേതും കൊണ്ട് ഇവൻ പോകുന്ന കണ്ടു, മറ്റേ ബൊമ്മ അവൻ എടുത്തില്ല. മേ ബി ഇവൻ തിരിച്ചു വരുവാണെങ്കിൽ എടുക്കാന്നുള്ള രീതിയിലായിരിക്കും അവനും നിന്നത്.
പക്ഷെ അന്നേരം ഒരു ഡീല് വെക്കുവോ അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുവോ, എന്താണേലും ബിഗ് ബോസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബസറടിക്കുമെന്ന് പറയും. അപ്പം അതിനുള്ളിൽ കൊണ്ട് വെക്കാന്നുള്ള എന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിക്കുക എന്തെങ്കിലും ചെയ്യായിരുന്നു. അത് ചെയ്യാണ്ട് ഇപ്പം കൊണ്ടുപോയി നൈസായിട്ട് ജെഫ്രിയുടെ കൊണ്ട് വെച്ച് ശിവകുമാറിന് പണിയെടുത്തു. ശിവകുമാർ ഔട്ടാവുകയും ചെയ്തു. അയ്യോ എൻ്റെ അരുൺ, ഓരോ ആഴ്ചയിലും നീ ഇങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സത്യ എന്ന് പറഞ്ഞ ഒരുത്തനൊക്കെ അതിൻ്റെ അകത്തുണ്ട്. എനിക്ക് എന്താണാവോ ചെയ്യുന്നത്. എന്തായാലും പുള്ളിയും ജാക്കുലിനും പാച്ചപ്പ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഗ്യാങ്ങുകളായിട്ടൊക്കെ അവർ തിരിഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ടാസ്കിന് പകരം ഇനിയും ഗ്രൂപ്പ് ഗെയിം തന്നെയായിരിക്കും ബിഗ് ബോസിൻ്റെ അകത്ത് പോകാൻ പോകുന്നത്. ഏത് ഗ്രൂപ്പായിരിക്കും നല്ലത്, ഏത് ഗ്രൂപ്പായിരിക്കും നമ്മളെ വെറുപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്ത ആഴ്ച ജെഫ്രിയും സാച്ചനയാണ്. രണ്ടിലാര് ക്യാപ്റ്റനായാലും നല്ല മികച്ച ക്യാപ്റ്റൻസി ആയിരിക്കും. സാച്ചന ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഈ ദീപക്കിന് പറഞ്ഞ ലിസണിങ് സ്കിൽസ് പുള്ളിക്കാരിക്കുണ്ടോ എന്നുള്ളതൊന്ന് കാണാമായിരുന്നു. അത് മനോഹരമായിരിക്കും. പിന്നെ ജെഫ്രി ഈ ആഴ്ചത്തെ നോമിനേഷൻ പാസ് കിട്ടി ജയിച്ചത് കൊണ്ട് അത് സാച്ചനയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല. പകരം ക്യാപ്റ്റൻസി വിട്ടുകൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അത് വിജയ് സേതുപതി ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ചോദിക്കായിരുന്നു. റാണവിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ ജെഫ്രിയുടെ അടുത്ത് എന്തുകൊണ്ടാണ് നീ എന്തിനാ വിട്ടുകൊടുക്കുന്നതെന്നുള്ളത് ചോദിക്കാമായിരുന്നു. ബട്ട് സ്റ്റിൽ സൗന്ദര്യ പറഞ്ഞു നീ മത്സരിക്കണമെന്നുള്ള രീതിയിൽ ജെഫ്രിയോട് സംസാരിക്കുകയും ജെഫ്രി മത്സരിക്കാൻ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സാച്ചനയും കഴിവുണ്ടെങ്കിൽ സാച്ചനെ കളിച്ച് ജയിക്കട്ടെ. ഇവരെന്തിനാ ഈ ബിഗ് ബോസിൻ്റെ അകത്ത് വന്നിട്ട് എന്തിനാ ഈ ത്യാഗമനോഭാവം കാണിക്കുന്നത്? ഇവിടെ വന്നിട്ട് മുത്തുക്കുമരനും പറയുന്നുണ്ടായിരുന്നു ശിവകുമാർ ഒരു അപ്കമിങ് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാനതുകൊണ്ട് പുള്ളിനെ നോമിനേറ്റ് ചെയ്തില്ല, പുള്ളിക്ക് കിട്ടിയൊരു ചാൻസ് ആണെന്നുള്ള രീതി. ബിഗ് ബോസിൽ വരിക എന്നുള്ളത് തന്നെ ഒരു ചാൻസാണ്. അപ്പോൾ ആ ചാൻസ് പുള്ളിക്ക് കിട്ടി. ഇനിയിപ്പം കളിക്ക് ജയിക്കേണ്ടത് പുള്ളിയുടെ ആവശ്യമാണ്. നീ എന്തിനാണ് പുള്ളി ആർട്ടിസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനത്തെ പുണ്യപ്രവർത്തിയുടെ ഒന്നും ആവശ്യമില്ല ബിഗ് ബോസിൻ്റെ അകത്ത്. നിങ്ങളെല്ലാവരും പരസ്പരം മത്സരിച്ച് അവൻ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് നീ കപ്പ് കിട്ടുവാണെങ്കിൽ നീ കപ്പ് അവന് വിട്ടുകൊടുക്കുമോ? നീയും ഒരു എന്താ പറയുന്നത് നമ്മളെയൊക്കെ പോലെ ഒരു ഇതിൽ നിന്ന് വന്ന് ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയല്ലേ നീ ഇവിടം വരെ വന്നത്. നിനക്കൊരു അങ്ങനെ നിന്നെ ഒന്ന് ആനയിച്ചു കൊണ്ടുപോയി വെക്കാനായിട്ട് ഒരു ചാനൽ ബാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. പലരും പറയുന്നതിന് വിജയ് ടി വി മുത്തുക്കുമാറിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ. അതെനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു ചാനൽ ബാക്കിങ്ങോ ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകുന്നത്? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തിനാണ് വിട്ടുകൊടുക്കാൻ പോകുന്നത്? അതൊക്കെ ചുമ്മാ എനിക്ക് അതിനോടൊന്നും തീരെ യോജിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ. അതുകൊണ്ട് ജെഫ്രി ഈ ആഴ്ചത്തെ നോമിനേഷനിൽ സേവ് ആയി. അടുത്ത ആഴ്ച നോമിനേഷനിൽ വരാതിരിക്കാൻ ക്യാപ്റ്റൻ ആവുക അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിങ്ങനെ വിട്ടുകൊടുത്ത് ജയിക്കുകയാണെങ്കിൽ അവർ കളിക്കുന്നതിൽ എന്താ പ്രയോജനം? ബിഗ് ബോസിനടുത്ത് പറഞ്ഞാൽ മതി എനിക്ക് ക്യാപ്റ്റൻസി ടാസ്ക് കളിക്കാൻ താല്പര്യമില്ല, സാജനയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കുക എന്ന് പറഞ്ഞു നോക്ക്. അല്ല പിന്നെ എന്തുവാണ് എന്തോ. എന്താണെങ്കിലും അപ്പോൾ അതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വാരം இன்னும் சுவாரஸ்யமான ஒரு எபிசோடோட உங்களை வந்து சந்திக்கிறேன்னு சொல்லி உங்களிடமிருந்து விடைபெறுவது உங்கள் நான்.